ഒരാളോട് പറയാണെന്ത്, നബിയുടെ വിരലിനുള്ള വെള്ളം വന്നൊരു അത്ഭുതമായിരുന്നു. ഹായ്, ഞങ്ങളുടെ നാട്ടിലതാ അവലിന്റെ വിരലിൽ കൂടെ വരുന്നുണ്ട് കണ്ടോ. പിന്നെ നബിക്ക് എന്ത് പ്രസക്തി? ആരാ നബീനെ നിന്ദിച്ചത്? നിങ്ങൾ. ഏത് കാലഘട്ടത്തിലും നിന്ദിച്ചവർ നിങ്ങൾ. അങ്ങ് മനസ്സിലാവും ഏത് കാര്യത്തിൽ എന്ത് കാര്യത്തിലും അല്ലേ? നിങ്ങൾ ആലോചിച്ചോ. അപ്പോ ഇനി പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാര് ആ മനുഷ്യൻ എഴുതിയ ഖുതുബിയത്തിന്റെ പരിഭാഷ, അതിൽ 25-ാമത്തെ പേജ് നോട്ട് ചെയ്തോളി. നാളെ മറുപടി പറ. അതിൽ വാചകം എന്താ അറിയോ? മൊയ്തീൻ ഷെയ്ഖ് റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖ് റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായി കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മൊയ്തീൻ ഷെയ്ഖിന്റെ കഴിവ് സമതീയത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നു, അതിൽ ശിർക്കില്ല. അപ്പൊ കെ പരമേശ്വരൻ പിള്ള പറഞ്ഞതോ, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല, സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. അപ്പൊ ഈ വിശ്വാസവും പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ വിശ്വസിച്ച വിശ്വാസവും ഒരേ വിശ്വാസം. ഇനി പരിശോധിക്കാനുള്ളത് ഈ വിഷയത്തിൽ അബൂജഹലിന്റെ വിശ്വാസം എന്താ, അബൂലഹബിന്റെ വിശ്വാസം എന്താ? അതും ഇത് തന്നെയാണെങ്കിൽ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അബൂജഹൽ ഇസ്ലാമിനുള്ളിലോ അബൂജഹൽ ഇസ്ലാമിന് പുറത്തോ? പറയണം, നാളെ പറയണം. നിങ്ങളത് പറയാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞു കൊടുക്കുക ജനങ്ങളോട്. കുറെ കാലമായല്ലോ ജനങ്ങളെ ശിർക്കയിപ്പിച്ച് മരിപ്പിക്കുന്നു. ചോദിച്ചല്ലോ, കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് മുജാഹിദുകൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ എങ്ങനെ പറയണേ? അപ്പൊ അന്ന് മരിച്ചോലെ സ്ഥിതി എന്താണ്? ആഹാ, ജനങ്ങളോട് ബന്ധമുള്ള സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങള് ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ക്ഷണിച്ച് അല്ലാഹുവിൽ നിന്ന് മനുഷ്യരാകത്തി. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാണ് റബ്ബുമായി അടുക്കാൻ മനുഷ്യർക്കുണ്ടായ എല്ലാ ചാൻസും മുജാഹിദുകൾ നശിപ്പിച്ചേന്ന്. ചെങ്ങായി ആവർത്തിച്ച് പറയണ എനിക്ക് വളർച്ച കാര്യത്തില് ആരാ അല്ലാഹുവിൽ നിന്ന് മനുഷ്യരാകറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. പടച്ചോനോട് അടുക്കുന്നതൊക്കെ മുജാഹിദുകൾക്ക് അയ്യടാ. ദർഗയിലേക്കും ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാനം പിറന്നുള്ള നാട്. ഊരും പേരുമില്ലാത്ത ഏതോ പെണ്ണിന്റെ ഖബറിലേക്ക് അല്ലാഹുവിൽ നിന്ന് തിരിച്ചു വിളിച്ച നിങ്ങൾ ഞങ്ങളുടെ അല്ലാഹുവിൻ ജനങ്ങൾ അകറ്റുന്നില്ലേ? തരക്കെടില്ല. ആരെങ്കിലും വിശ്വസിക്കാതെ മുജാഹിദുകൾ ജീവൻ പോക്കി പറയുന്ന ഒരേ കാര്യം, വാ അല്ലാഹുവിലേക്ക് അടുക്ക്, അല്ലാഹുവിലേക്ക് ചോദിക്ക്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്ക്, അല്ലാഹുവിനോട്. മറുഭാഗത്തോ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പറന്തങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ അനുവദനീയമോ? ഞങ്ങളെ ചോദ്യം. ഞങ്ങളോ അത് അനുവദനീയമല്ല, റബ്ബിനോടെ ചോദിക്കാവുന്നു. അപ്പൊ റബ്ബിലേക്ക് അടുക്കാണോ ചെയ്യാ? റബ്ബിന് അകലാണോ ചെയ്യാ? സുന്നികളുടെ പ്രസംഗം കേട്ട് അടുക്കാണോ ചെയ്യാ? അകലാണോ ചെയ്യാ? എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന പ്രചരണത്തിന് എന്ത് കയമ്പാളുള്ളത്? എന്ത് കയമ്പാളുള്ളത്? എല്ലാ ആത്മാർത്ഥതയുള്ളത് ആലോചിച്ചേ. ഇനി ഇത് പറയുമ്പോ അടുത്ത പോയിന്റ് കൂടെ കേൾക്കണം. അബൂജഹലും കൂട്ടരുടെയും പ്രശ്നം എന്തായിരുന്നു? അബൂജഹൽ ആരാ? ഹാജിയാരായിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു. ഞാനല്ല പറയുന്നു, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും തെളിയിക്കാൻ പറ്റും. അബൂജഹൽ ആരാ? ഹജ്ജ് ചെയ്തിരുന്നു. സാധാരണ ഇപ്പൊ മരവെട്ടത്ത് എടാ വീടാരാടാ? അത് അഹമ്മദ് ഹാജിന്റെ. എടാ വീടാരാ? അത് അബൂബക്കർ ഹാജിന്റെ. എടാ വീടോ? അത് സിദ്ദീഖ് ഹാജിന്റെ. അതുപോലെ മക്കത്ത് അതാരാ? അല്ല ഹാജി അബൂജഹൽ. അതോ അത് അബൂലഹബ് ഹാജിയാര്? അതോ അത് അബൂ സുഫിയാൻ ഹാജിയാര്? അതോ വലീദ് ഇബ്നു മുഗീറ ഹാജിയാര്? അങ്ങനത്തെ കുറെ ഹാജിയാമാരെ വീടായിരുന്നു മക്കത്ത് റസൂൽ വരുമ്പോ. ഞാൻ പറയല്ല, എന്നോട് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. വസ്തുത പോലെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എന്ത് വിളിച്ചാലും എന്ത് പൂരത്തെറി വിളിച്ചാലും അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്ക് എന്റെ വാപ്പ നല്ലൊരു പേരിട്ട് ഇവരെ AP സുന്നിലിനെ വിളിക്കുന്നത് ബാലണ്ണ, എനിക്ക് മെസ്സേജ് അയക്കുന്നത് ബാലണ്ണ, AP സുന്നിൽ മർക്കസ് എന്ന് വിളിക്കുന്ന ബാല. കഴിഞ്ഞ ദിവസം വിളിച്ചെന്നറിയോ? ബാലഗോപാല മോനെ മുത്തേ എവിടെ? AP സുന്നിയുടെ ചോദ്യം. അടുത്തത് ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വയലേറിന്. അപ്പൊ അതിനുള്ള ഏയ് ബാലനമ്പൂതിരി എവിടെ? അന്റെ 10 ശ്ലോകം കേൾക്കാൻ AP സുന്നിയുടെ. ഞങ്ങൾ കാന്തപുരത്തിന് നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, കുന്താപുരം ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് വിളിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. അബൂബക്കറിന് ഞങ്ങൾ വിളിച്ചില്ലല്ലോ. അബൂബക്കർ മുസ്ലിയാർ ആ കിട്ട പേര് ഞങ്ങൾ വിളിച്ചു. നിങ്ങളോ? അതിനുള്ള സംസ്കാരവും മാന്യതയും വിവേകവും നിങ്ങൾക്ക് ഉണ്ടായോ? ഇല്ല.
പിന്നെ നിങ്ങളാണ് ഞങ്ങളെ സംസ്കാരം പഠിപ്പിക്കണം അല്ലേ? തീർന്നില്ല. ഈ വിഷയത്തിൽ അബൂജഹൽ എനിക്ക് കേട്ടോളിട്ടോ, പരിശുദ്ധ കഅബ മനസ്സിലൊന്ന് കണ്ടുനോക്കി. കഅബ അവിടെ പോയവർ ആ കഅബത്തിന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന രംഗൊന്ന് സങ്കല്പിച്ചേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടേക്ക് ഹജ്ജ് ചെയ്യാൻ അബൂജഹൽ വരുന്ന രംഗം കൂടെ ഒന്ന് സങ്കല്പിച്ചേ. ഹദീസിലുള്ളതാ, എന്റെ വകയല്ല. നാളെ പറ ഈ ഹദീസ് ഇല്ല. ഇങ്ങനെല്ലാം കിതാബ് എടുത്തു വാ, സഹീഹ് മുസ്ലിം എടുത്തു വാ. മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്തായിരുന്നു? മക്ക മുസ്ലിമീങ്ങളുടെ തൽബിയത്ത് അതെന്തായിരുന്നു? മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്താണ്? മക്ക മുസ്ലിമീങ്ങളുടെ തൽബിയത്ത് എന്താണ്? ഞങ്ങൾ പറയുന്നത് മക്ക മുശ്രിക്കിന്റെ തൽബിയത്താണ് ഇന്നത്തെ സമസ്തയുടെ വിശ്വാസം. മക്ക മുശ്രിക്കുകളുടെ തൽബിയത്താണ് ഇന്നത്തെ സൂഫികളുടെ, ഷിയാക്കളുടെ. അതുകൊണ്ടല്ലേ SSF എന്ന സുന്ദരായിട്ടുണ്ടായത്, ഷിയ സുന്നി ഫെഡറേഷൻ, SSF. രണ്ടാമതൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്, ഷിർക്ക് സപ്ലൈ ഫെഡറേഷൻ. രണ്ടും ഫിറ്റ. ഏത്? SSF സുന്നി ഷിയ ഫെഡറേഷൻ, രണ്ട് ഷിർക്ക് സപ്ലൈ ഫെഡറേഷൻ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് പേര് വന്നെടുത്ത് പോലും ഈ സമാനത ഉണ്ടായത്. ഷിയാക്കളുടെ 14 ഷിയാക്കൾ ഉദ്ധരിക്കുന്ന 14 ആയത്ത്, 40 തെളിവുകൾ. ആ 40 തെളിവുകളിൽ നിന്നാണ് ഒന്നുർന എന്നിവരെ ഇവരെടുത്ത്. ഷിയാക്കളെ സൈറ്റ് കയറിയ അതേ സൈറ്റിൽ നിന്നാണ് നൗഷാദ് അഹ്സനി പറയുന്നത്, പേരോട് പറയുന്നത്, അലവി പറയുന്നത്. അല്ലേ? എന്റെ അലവിയിൽ എന്തൊരിച്ച് സുലൈമാൻ ഔട്ട് പൗട്ട. മനസ്സിലായോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഔട്ടായി എന്നാണ് പൂതി, തർക്കടില്ല. ഏത് ഒല പറഞ്ഞ ആൾ ഔട്ടായാൽ ഒല കള്ളത്തരം അത് പൊളിച്ചടക്കി കേട്ടി കൂട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യന്മാരാണ് സ്വലാഹിയൊക്കെ. ഓരോ പേരിലെ ആരോപണം പറഞ്ഞു കിടക്കണം. ആലോചിച്ചോ എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബത്തിന് എടുത്തു വെക്കാൻ. സഹീഹ് മുസ്ലിം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, കേന്ദ്രത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് അല്ല, സ്റ്റേറ്റ് നേതാക്കന്മാരല്ല പറയുന്നത്, ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്. അദ്ദേഹം പറയാണ് അബൂജഹലും കൂട്ടരും വരികയാണ് കഅബത്തിൽ. എങ്ങനെ സിന്ദാബാന്ന് പറഞ്ഞിട്ടാ അല്ല, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അങ്ങനെ പറയും. അത് പറയുമ്പോൾ റസൂലുള്ളാഹി ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദ് കദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇടപെടും, മതി, ഒരു വാൽക്കഷ്ണം നിങ്ങളുടെ വകയിട്ട്. അത് വേണ്ട, അത് ശിർക്ക, നാശ, അത് വേണ്ട. ഏതാ വേണ്ട? ഇല്ല എന്ന് നാളെ പറ. നാളെ അത് പ്രസംഗം തൊടൂലട്ടോ, തൊടാൻ കഴിയില്ല. ഇന്ന് വരെ തൊട്ടിട്ടുള്ള ഒരു ഖുറാഫി, പിന്നല്ലേ നാളത്തെ ഖുറാഫി, അത് ലോക്കൽ ഖുറാഫി. നിങ്ങളെ മുന്തിയ ഖുറാഫിയുടെ വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മൾ. മനസ്സിലായോ? അതെന്താ കേട്ടോ? അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് കഅബത്തില് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കാ മുശ്രിക്കുകൾ വന്നപ്പോ ഒരു പറയണെന്ത്? അല്ലാ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല. അത്രയും എത്തുമ്പോ റസൂൽ പറയാ മതി, ഓക്കെ, അത് റെഡിക്കുള്ള തൽബിയത്താ. റസൂൽ പറയാ ഒരു വാൽ കഷ്ടവും കൂടി ഓല വക ഉണ്ടായിരുന്നു, അത് ശിർക്കാണെന്ന് മുഹമ്മദ് നബി. അത് നാശമാണ്, ആ നാശത്തിന്റെ വരി വേണ്ട. അതേതാ? അത് പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ നേരത്തെ പറഞ്ഞു. അല്ലാ, നീ കൊടുത്ത കഴിവെന്നാ ഞാൻ അവരോട് ചോദിക്കണം. അത് വേണ്ട. ആര്? മുഹമ്മദ് നബി. കേട്ടോ ബാക്കി അവരെന്താ പറഞ്ഞത്? ഇല്ല ശരീക്കൻ ഹുവ ലക. ഒന്നർത്ഥം വെക്ക് മൊയ്ലിയാരെ. ഇല്ല ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക. മുസ്ലിയാക്കന്മാർക്ക് വേണ്ടിയല്ല വെക്കണേ, നാടൻ മനുഷ്യന്മാർ. അല്ലാഹുവേ, നിനക്കൊരു തരത്തിലുള്ള കൂറുകാരുണ്ട്, ആ കൂറുകാരൻ മുഴുവനും നിന്റെതാ റബ്ബേ. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവനും നീ കൊടുത്തതാ റബ്ബേ. ഇവിടെ പ്രസംഗിച്ച ഖുറാഫി മുസ്ലിയാരി അയാൾ പറഞ്ഞ കാര്യം എന്താ? അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണേ, അതിൽ ശിർക്കില്ല. പറ. അബൂജഹലും അബൂലഹബും വലീദ് ഇബ്നു മുഗീറയും എന്താ പറഞ്ഞത്? ഇല്ല ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, ലാത്തക്ക് സ്വന്തമായി കഴിവില്ല അല്ലാ, മനാത്തക്ക് സ്വന്തമായി കഴിവില്ല അല്ലാ, അതുപോലെ ഹുബലിന് സ്വന്തമായി കഴിവില്ല അല്ലാ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് സ്വന്തമായി കഴിവില്ല അല്ലാ, ഇബ്രാഹിം നബിക്കും സ്വന്തമായി കഴിവില്ല അല്ലാ, ഇവർക്കാർക്കും സ്വന്തമായി കഴിവില്ല അല്ലാ. അല്ലാഹുവേ, നീ കൊടുത്ത കഴിവിൽ നിന്ന് ഇനി സാധാരണക്കാരോട് കുറച്ച് ഗൗരവമായിട്ട്
പൊന്നാര സാധാരണക്കാരായ മുസ്ലിങ്ങളെ, അള്ള കൊടുത്ത കഴിവെന്നാണ് ലാത്തയോടും മനാത്തയോടും ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ട് ആ അബൂജഹലിനെ കൊന്ന, ബദറിൽ കൊന്ന സ്വഹാബികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് വിശ്വസിച്ച അബൂജഹൽ നിങ്ങളുടെ ഭാഷയിൽ മുവഹിദാണ്, മുസ്ലിമാണ്, തൗഹീദുള്ള ആളാണ്. എന്താ കാരണം? സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചില്ല. ഒരു ചെറുവിരൽ പോലും അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അനക്കാൻ സ്വന്തമായി ഇതൊക്കെ അവിടെ മുസ്ലിയാർ പറഞ്ഞ ഒരേല പോലും അനക്കാൻ അന്ന് അബൂജഹൽ വിശ്വസിച്ചാതാ. ഒരേല പോലും ഇവർക്ക് സ്വന്തമായിട്ട് അനക്കാൻ കഴിയില്ല. പറ പറ, ഈ വിശ്വാസമാണ് അബൂജഹലിന്റെതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ശരിയാവും? അബൂജഹലിന്റെ തെറ്റും നിങ്ങളുടെ ശരിയാവുന്ന എങ്ങനെ? ഏത് മാനദണ്ഡം? ഞാൻ പറഞ്ഞല്ലോ, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല, ഒരു പുൽക്കൊടി നീക്കാൻ പോലും കഴിവില്ല എന്ന് വിശ്വസിച്ചവരാണ് അവരെങ്കിൽ പറ, നിങ്ങളുടെ വിശ്വാസം അതാണെങ്കിൽ, അബൂജഹലിന്റെ വിശ്വാസം അതാണെങ്കിൽ, ആ അബൂജഹലിനെ റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ തീർന്നില്ല. അബൂജഹലിനോട് ഇനി പറയുന്നത് ഇച്ചിരി കട്ടിയുള്ളതും ഇച്ചിരി വ്യക്തിപരമായി കൊള്ളുന്നതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് പറഞ്ഞു, എന്ത്? ഈ പദം ചെല്ലരുത്. ഏത്? ഇല്ലാ ശരീക്കൻ ഹുവലക തംലികുഹു വമാ മലക എന്ന് പറഞ്ഞാൽ നിനക്ക് നാശാണ്, കുഴപ്പമാണ്, ഇസ്ലാം എന്ന് പുറത്തു പോവും, എന്നെ ഞങ്ങൾ മുശ്രിക്കായിട്ട് എന്നെ കരുതും, അതുകൊണ്ട് അത് വേണ്ട എന്ന് റസൂൽ അബൂജഹലിനോട് പറഞ്ഞപ്പോ അബൂജഹൽ, ഞാൻ പറയും നീ എന്താക്കും, ഞാൻ പറയും നീ എന്താക്കും. കേരളത്തിൽ അബൂബക്കറിനോടും സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞ് റസൂല് പറഞ്ഞ അതേ കാര്യം, ഞാൻ പറയും നീ എന്താക്കും. നബീനെ ധിക്കരിച്ച്, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ച്, അയാളുടെ അനുയായികളും ഇവിടെയുള്ള ഖുറാഫി എല്ലാവരും ഈ കാര്യം നിഷേധിച്ചു. അല്ല കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് എന്ന് വിശ്വസിക്കല്ല അബൂജഹലേ, അബൂലഹബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചവരുടെ പാരമ്പര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല മുജാഹിദുകൾ പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ പാരമ്പര്യമാണോ? ഇതിൽ കവിഞ്ഞിനി എന്ത് പറയാൻ? ഇതിൽ കവിഞ്ഞിനി നിങ്ങളെ എന്ത് പഠിപ്പിക്കാൻ? ശിർക്കെന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? തീർന്നില്ല. ഞാനിവിടുത്തെ APK സുന്നയോട് ചോദിക്കാൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മഹാന്മാർ അവരല്ലാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്കില്ലേ? ഇല്ലേ? ഞാനൊരു സദസ്സ് ചോദിച്ചു, സുന്നികൾ പറഞ്ഞു അതെ ഞങ്ങൾക്കുണ്ട്, അത്രയും ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ശിർക്ക് ആരോപിക്കരുത്. ഔലിയാക്കൾ അമ്പിയാക്കൾ ഞങ്ങൾ വിളിക്കുന്ന ബീവിമാർ അവർ അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും. രണ്ടാമതായി ഞാൻ അവരോട് ചോദിച്ചു, അല്ല പടച്ച തമ്പുരാനെടുത്ത് ഇവർ ശുപാർശകരാകും എന്നും നിങ്ങൾക്കൊരു വിശ്വാസമല്ലേ? അവർ പറഞ്ഞു അത്രേ ഉള്ളൂ, അള്ളാഹിന്റെ അടുത്ത് ഈ മാന്മാരെ ഞങ്ങൾ ശുപാർശകരാകും. ഉടനെ ഞാൻ ചോദിച്ചു, ഈ രണ്ട് വിശ്വാസവും മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? മിണ്ടുന്നില്ല. അതാ പ്രശ്നം. ഇതേ വിശ്വാസമാണ് ആർക്കുണ്ടായിരുന്നത്? കേട്ടോളൂ. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഖുർആനിലെ 10-ാം അധ്യായം 18-ാമത്തെ വചനം. മോനെ അർത്ഥം വെച്ച് നോക്ക് മോനെ, പള്ളി കറിച്ച് പഠിച്ച കുട്ടി ഖുറാഫി, നീ വായിച്ചു നോക്ക്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, അവര് പറയും വയഖൂലുന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ലാത്ത മനാത്ത ഖുബിലെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഉസൈർ നബി, മറിയം ബീവി ഇവരൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരാകും. ഈ വിശ്വാസത്തെ ശിർക്ക് എന്ന് ഖുർആൻ വിളിച്ചു. നിങ്ങൾ എവിടെ നിൽക്കും? നാളെ മറുപടി പറയണ്ടല്ലോ. പറ, നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇത് ഉദ്ധരിച്ചു പറ. തഫ്സീറുകൾ ഉദ്ധരിക്കേ, പണ്ഡിതന്മാർ പറയുന്നു ഉദ്ധരിക്കേ. അവിടെ കാണാം, വായിക്കാം, പഠിക്കാം. രണ്ടാമത്തതോ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിന്റെ അടുത്തേക്ക് ഈ മഹാന്മാർ ഞങ്ങൾ അടുപ്പിക്കും. അള്ളാഹിനെ വിട്ടില്ല അവർ, അല്ലാഹുവിലേക്ക് ഈ മഹാന്മാർ ഞങ്ങൾ അടുപ്പിക്കും. ഈ വിശ്വാസമാണ് എനിക്കറിയാം. എൻ്റെ വല്യമ്മ കാരന്തൂർ മർക്കസിന്റെ പരിസരത്ത് ജനിച്ചു വളർന്നാണ്. ഞാൻ വളർന്നതും ആ പ്രദേശത്ത് തന്നെയാണ്. എൻ്റെ ഉമ്മ വളർന്നതും കാരന്തൂർ മർക്കസിന്റെ മുമ്പിലാണ്. എൻ്റെ വല്യമ്മയുടെ മയ്യത്ത് കൊണ്ടുവച്ചതും കാരന്തൂർ മർക്കസിന്റെ പള്ളിയിലാണ്. സഹോദരങ്ങളെ കുന്നമംഗലം പള്ളിയിലാണ്. ഞാൻ പറയുന്നത്, എൻ്റെ ഉമ്മ വഴിയുള്ള കുടുംബക്കാരൊക്കെ APK സുന്നികളായിരുന്നു. അവരുടെ ഒക്കെ വിശ്വാസതായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, മുത്തുമ്മ ഈ ഔലിയാക്കൾ അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾക്ക് ശുപാർശകരാവുന്നല്ലേ മുത്തുമ്മ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ മോനെ, അത്രേ ഉള്ളൂ മോനെ, നിങ്ങൾ പറയണൊന്നുമില്ല എന്ന് എത്ര പറഞ്ഞാലും കേട്ടില്ല. അങ്ങനെ ആ വിശ്വാസത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് പൊറുക്കലിനെ തേടാൻ പോലും എനിക്ക് അർഹതയില്ലാതെ പോയി. വിഷമിക്കുന്നു ഞങ്ങൾ. ശിർക്കിൽ മരിച്ചു പോയവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. ഖുർആനിലെ 9-ാം അധ്യായം 113-ാമത്തെ വചനം.
ഇബ്രാഹിം നബിന്റെ ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് പെർമിഷൻ കൊടുത്തില്ല. മുത്തുനബിയുടെ മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ മുത്തുനബിക്ക് അല്ലാഹു പെർമിഷൻ നൽകിയില്ല. പ്രമാണമാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും, പക്ഷെ പ്രമാണമാണ്. പ്രമാണത്തിലുള്ളത് പറയല്ലാതെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കില്ല. കാരണം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടില്ല, ശിക്ഷിക്കപ്പെടും. ഒരു സത്യം മൂടി വെച്ചാൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടും. പറയരുത്. അപ്പൊ എന്താ വിശ്വാസം? ഈ കാര്യം ഇനി കേട്ടോ, ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. കടലിൽ മക്ക മുശ്രിക്കുകൾ പെട്ടാൽ അവർ നിഷ്കളങ്കരായി അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. എന്നാൽ അവർ കരയിലേക്ക് വന്നാലോ, അവർ കരയിൽ വന്നാൽ അവരതാ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നാണ് പറയുന്നത്. പടച്ചതമ്പുരാന്റെ സാഗരത്തിൽ വെച്ച് അവർക്ക് കാട്ടും കോളും അകപ്പെട്ടാൽ ആ ആളുകൾ അവിടെ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെന്നും അവർ കരയിലേക്ക് വന്നാൽ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കരയിലെത്തിയാൽ അവരതാ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നും ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം 29-ാം അധ്യായം 65-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ശിർക്ക് എന്താണ്? കടലിൽ വെച്ച് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതിനെ തൗഹീദായി വിശ്വാസമായി അല്ലാഹു അംഗീകരിക്കുന്നു. എന്നാൽ കരയിൽ വന്നിട്ട് അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് വിളിക്കുന്നതിനെ ശിർക്കായി അല്ലാഹു പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അവനിൽ പങ്കു ചേർക്കലാണ്. അപ്പൊ മുജാഹിദുകളുടെ പേരിൽ എവിടെ പ്രസംഗിച്ച ഖുറാഫി പറഞ്ഞത് ജിന്നിനോട് തേടാം എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. ഒരൊറ്റ വ്യക്തിയെ ഹാജരാക്കി മുജാഹിദുകളിൽപ്പെട്ട ഒരാള് ഞങ്ങൾ ജിന്നിനോട് തേടാം എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്കി നുണപ്രചരണം നടത്തുന്നതിന് അതിര് വേണം. നുണ പറയരുത്. കൽമലായികത്തി വൽ ജിന്നി വൽ അംബിയായി വശയാതീൻ എന്ന് ലോകത്തെ പഠിപ്പിച്ചത്, ഈ തഫ്സീർ ഖുർതുബിയുടേത് ലോകത്തെ പഠിപ്പിച്ചത് മുജാഹിദുകളാണ്. മലക്കുകളോടും ജിന്നുകളോടും തേടാം പാടില്ല എന്നാ പഠിപ്പിച്ച്. തേടാം എന്ന് മുജാഹിദുകൾ ഇപ്പൊ പറയുന്നു. ആര്? ഏത് മുജാഹിദ്? ഒരു മടവൂരിക്കും ഒരു സുന്നിക്കും തെളിയിക്കാൻ കഴിയില്ല. തോന്നിയാസം പറയരുത് മുജാഹിദുകളുടെ പേരിൽ. ഇല്ല, അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കില്ല. ഇല്ലാത്ത വാദം അവരുടെ മേൽ വെച്ച് കെട്ടരുത്. ഏത് മുജാഹിദിനെ പറ്റിയാണോ അങ്ങനെ പറയുന്നത്, ആ ആളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഫോൺ ചെയ്ത് ചോദിക്ക്, മൗലവി നിങ്ങളുടെ പേരിൽ ഇങ്ങനെ കേൾക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസമുണ്ടോ? അവർക്കാർക്കുമില്ല. ഞാൻ അവരൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചു, അവർക്കാർക്കുമില്ല. ആർക്കുമില്ലാത്ത വിശ്വാസം പ്രചരിപ്പിച്ച് മുതലെടുക്കുന്നത് മതപ്രബോധനമല്ല. ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, നുണപ്രചരണത്തിലൂടെയല്ല, കള്ളത്തരത്തിലൂടെയല്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ, അത് സ്വയം ഓർക്കുന്നത് എപ്പോഴും നന്ന്. അത് സ്വയം ഓർക്കുന്നത്, അതിനെ ലംഘിച്ചിട്ട് അടുത്ത 10 മിനിറ്റിൽ അതിന് വാചാലമാകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം ഓർക്കണം. 4ാമതൊരു ആരോപണം, അല്ലാഹുമായി മനുഷ്യർക്ക് ബന്ധപ്പെടാനുള്ള എല്ലാ ചാൻസും മുജാഹിദുകൾ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെയുണ്ട്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൽ ഇബ്ലീസിന്റെ വാദാണ്. പുസ്തകം എഴുതിയങ്ങള് അള്ളാഹിനോട് മാത്രമായിട്ട് ഒരുത്തൻ പ്രാർത്ഥിച്ച് അള്ളയായിട്ട് എടുക്കാൻ തുടങ്ങിയാൽ അത് ഇബ്ലീസിന്റെ വാദാ. ഞങ്ങളാണോ? നാളെ മറുപടി പറ. ഞങ്ങളാണോ? ആശിൻ നഈമി എഴുതിയ പുസ്തകത്തിലെ 37-ാമത്തെ പേജ് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന തലക്കെട്ട് വെച്ചിട്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന പ്രമേയം ഇബ്ലീസിന്റെതാണെന്ന് പറഞ്ഞ് അള്ളാഹിനോട് മാത്രം കൈ ഉയർത്തുന്നവനെ അള്ളാഹുവിൽ അകറ്റി പടപ്പുകളിലെ കൊണ്ടുപോയ നിങ്ങളാണോ അള്ളാഹുവിൽ ഞങ്ങളവരെ അകറ്റി എന്ന് പറഞ്ഞത്? പിന്നെ ബിദ്അത്ത് ചെയ്യാൻ മുജാഹിദുകൾ സമ്മതിച്ചില്ല. അങ്ങനെയാണോ അകന്നുപോയത്? പടച്ചോനോട് ബിദ്അത്തിലൂടെ എടുക്കണ്ട, സുന്നത്തിലൂടെ എടുത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പഠിപ്പിച്ചേ. നിങ്ങൾ ചെയ്യുന്ന ബിദ്അത്തിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ആ ബിദ്അത്ത് എതിർത്തപ്പോൾ അവർ പറയണുണ്ട്, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി. ഞങ്ങൾ ഹൗലുൽ കൗസറിന് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഭാഗ്യം നേടിത്തരാനാ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് വേണം. മനസ്സിലായോ? മുജാഹിദ് ഇനി അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ജനങ്ങളെ പഠിപ്പിച്ച എന്താ? അള്ളാഹിനോട് നേരിട്ട് തേടൽ ലോക്കൽ KSRTC പോകുന്ന പോലെയാണ്.
ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അല്ലല്ലാത്തവരോട് വേരക്കലോ അത് ബെൻസ് കാറിൽ അങ്ങനെ പോണ പോലെയാണ്. എന്നിട്ട് നിങ്ങളാണോ ഞങ്ങൾ അള്ളാഹുവിൽ ജനങ്ങളാകറ്റുന്നു എന്ന് പറയുന്നത്? നിങ്ങളാണോ? മുജാഹിദി കേട്ടോ, വളരെ വ്യക്തമായി അങ്ങ് പറഞ്ഞുതരാം. സെയ്ദ് മൗലവി രണ്ടത്താണി, ഇവിടെ തൊട്ടടുത്ത സ്ഥലമാണല്ലോ. സെയ്ദ് മൗലവി പൊന്നാനി പ്രസംഗിക്കുമ്പോൾ സുന്നികൾ എന്ത് ചെയ്തു? സമസ്തക്കാര് സെയ്ദ് മൗലവിയെ കല്ലെറിയാൻ വേണ്ടി ഒരുത്തന് കള്ളൊക്കെ പൈസക്ക് വാങ്ങിക്കൊടുത്തു. ഹറാമായ കള്ള് ഹലാലായ മതത്തിന് വേണ്ടി വാങ്ങിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചെങ്ങൈനോട് പറഞ്ഞ് സെയ്ദ് മൗലവി പ്രസംഗിച്ച ഒരു പാതിയൊക്കെ എത്തുമ്പോൾ കല്ലെറിഞ്ഞോളൂ കൊണ്ടുപോകാൻ. ഇവനെ കള്ളൊക്കെ കൊടുത്ത് കല്ലൊക്കെ ആയിട്ട് സദസ്സിൽ ഇങ്ങനെ നേരത്തെ കാലത്തൊക്കെ ഉസാറായിട്ടിരിക്കുകയാണ്. പക്ഷേ സെയ്ദ് മൗലവി ആയത്തും ഹദീസും ഉദ്ധരിച്ച് ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഈ കള്ളുകുടിയൻ ആൽക്കഹോളിക് കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഓനത് ക്ലിക്ക് ചെയ്തപ്പോൾ ഓനവിടുന്ന് എഴുന്നേറ്റ് പറയാണ്, ആരുടെ സെയ്ദ് മൗലവിനെ കല്ലെറി എൻ്റെ അടുത്ത് കല്ലെന്ന് അല്ലല്ലാത്ത ഒരു നായിൻ്റെ മോനെ ഇനി ഞാൻ വിളിക്കൂലടാ. അതങ്ങനെ തന്നെ ഞാൻ ഉദ്ധരിച്ചത്, ചരിത്രത്തിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയത്. എന്ത് മനസ്സിലായി? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് നന്മാന്ന് പഠിപ്പിച്ചിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന സദസ്സ് കൊളാക്കാൻ. എന്നിട്ട് ഇവരാ പറയുന്നത് അള്ളാഹുവിനോട് അടുക്കുന്ന ചാൻസ് നമ്മൾ ഇല്ലാണ്ടാക്കി. എങ്ങനെയുണ്ട്? ഉളുപ്പുമാണോ കാസിബി ഉളുപ്പ്, അല്ലെങ്കിൽ വളപ്പിന്റെ തെമ്പത്ത് ഉളുപ്പിന്റെ അംശങ്ങളും. മുജാഹിദുകൾ അള്ളാഹുവിൽ നിന്ന് ജനങ്ങളകറ്റീനെ. മുജാഹിദിനൊരു പ്രസംഗം കേട്ടപ്പോ പടച്ചോൻ ഉണ്ട് എന്ന് തന്നെ സമസ്തക്കാർ മനസ്സിലാക്കി. നിങ്ങളെ പ്രസംഗം കേട്ട് തിരിച്ചു പോകാൻ എന്താണ്? അള്ളൊരു ലോക്കൽ അല്ലടാ, മൊയ്തീൻ ഷെയ്ഖ് നമ്പർ 1 അല്ലേ, അപാര അവതരണടാ പേരോടന്റെ. അങ്ങനല്ലേ എ പി സുന്നികൾ പറയല്? എ പി ഗ്രൂപ്പിന്റെ പ്രസംഗം കേട്ടിട്ട് പടച്ചോന് വക്കാറുണ്ടായോ? അവിടെ നിങ്ങൾ എന്താ പറയുന്നത്? ഒരു ഉദാഹരണം ഉണ്ടോ? ഏതെങ്കിലും ഒരു പേരോടിന്റെ പ്രസംഗം കേട്ടിട്ട് പടച്ചോനയിലേക്ക് കൂടുതൽ അടുത്തു വരുത്തനെ ഉണ്ടോ? പഠിപ്പിലേക്ക് അടുത്തു, പഠിപ്പിലേക്ക് നിങ്ങൾ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ പറയാ ഞങ്ങൾ പടച്ചോനെ ജനങ്ങളാകറ്റീൻ അല്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനം സ്വഹാബത്തിന്റെ തീരുമാനങ്ങളെ എതിർത്തു. അതിനൊരു ഉദാഹരണമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. മുജാഹിദുകളെ വിച്ചുരുക്കി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തറാവീഹിന്റെ വിഷയം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കറിനെയും വിട്ട് ഉമറിലേക്ക് ചാടുന്നത് എന്തിനാ? ആദ്യം നിങ്ങൾ ജനങ്ങളോട് അത് പറയും. തറാവീഹ് വിഷയം പറയുമ്പോൾ ഒക്കെ ഒറ്റ ചാട്ടാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് മാത്രം ഉമർ പഠിപ്പിക്കാനും ബാക്കിയൊക്കെ നബി പഠിപ്പിക്കാനും എന്ന് ഇവിടെ ഉണ്ടായല്ലോ. ഞങ്ങൾ തമ്മിൽ തലശ്ശേരി വെച്ച് നൗഷാദ് ഹുസൈൻ തമ്മിൽ ഒരു വാദപ്രതിവാദത്തിന് കരാറ്. അതില് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചു എന്ന് അവര് 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളൂ നിയമം. അപ്പൊ അവര് പറഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചത് നബി 20 നിസ്കരിച്ചുകൊണ്ടാണ്. ഉടനെ ഞാൻ ഇതിനായിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മൊയ്ലിയാരെ നബി 20 നിസ്കരിച്ചെന്ന് തർക്കിച്ചാൽ പോരെ? കാരണം റസൂല് ചെയ്യുന്നതിനോടുകൂടി പിന്നെ ഉമറിന് പ്രശ്നമല്ലല്ലോ, ലോകത്തെല്ലാവർക്കും തെളിവായല്ലോ. പിന്നെ മൊയ്ലിയാർ 2ാം റൗണ്ട് പറയാ, നിഷേധിച്ച ക്ലിപ്പിംഗ് ഇടും. 2ാം റൗണ്ടിൽ അക്സനി പറയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 21 നിസ്കരിച്ചെന്നുള്ളൂ ദഈഫാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഈഫാണ്. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ മുസ്ലിയാർ എവിടെ ഇരുന്ന്? പിന്നെന്തിനാ അവിടെ ഇരുന്ന്? നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചോദിക്കുക നിങ്ങളോട്, എന്താ നിങ്ങൾക്ക് നബീനെ ടച്ച് ചെയ്യാൻ തറാവീഹിന്റെ കാര്യത്തിൽ പറ്റാത്തത്? ഒറ്റ ചാട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങിയ തറാവീഹ് ആണോ? ഞങ്ങൾ പറയുന്നത് നബിയാ ഞങ്ങളുടെ മാതൃക എന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എത്ര തെളിവാവുണ്ട്? ഇനി ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞല്ലോ സഹീഹ് മുസ്ലിമാണ് സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമാണ് ലോകത്ത് ഏറ്റവും ആധികാരികമായി ഖുർആൻ കഴിഞ്ഞാലുള്ള ഗ്രന്ഥം. ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബുഖാരിയിൽ ലൈഫ് ഉണ്ടോ? ഇല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന ആള് സലാം സുല്ലമിയ നിങ്ങൾ പറഞ്ഞു, ഞങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. സലാം സുല്ലമിന്റെ ആളാ, അതുകൊണ്ട് ഞങ്ങൾ പിരിച്ചുവിട്ടു. അതുകൊണ്ട് ഞങ്ങൾ പിരിച്ചുവിട്ടായിന്ന്. ഓല് ബുഖാരി നിഷേധിച്ചതുകൊണ്ട്, ഹദീസ് നിഷേധിച്ചതുകൊണ്ട് സമസ്തക്കാര് ബുഖാരി നിഷേധിച്ചിട്ടില്ല. ബുഖാരിയിലെ ഹദീസ് ജീവിതത്തിൽ പ്രാവർത്തിയാക്കിയില്ല. നിങ്ങൾക്ക് പറ്റിയ തെറ്റതാ. ഓല് പ്രാവർത്തിയാക്കിയില്ല, അങ്ങനൊന്നും ഇല്ല എന്ന് വാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ശിക്ഷങ്ങളെക്കാൾ കൂടുതൽ വിൽക്കാം. നിങ്ങൾ പ്രാവർത്തിയാക്കിയില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഏതാ? സാധാരണക്കാരെ നിങ്ങൾക്ക് അറിയാലോ, ബുഖാരിയിൽ. ആ ബുഖാരി ഇമാമിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് നബി 23 നിസ്കരിച്ചു ധരിക്കുന്ന ഒരു ഹദീസ് നമ്മളോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് വായനാരിന്റെ നട്ടല്ലെങ്കിലും ഉണ്ടെങ്കിലേ ഒരു വെല്ലുവിളി മൊയ്ലിയാരുടെ അടുത്ത്. നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് നട്ടൽ തന്നെ വേണ്ട. എന്നാലും നിങ്ങളൊന്ന് പറയുന്ന ആളെ, നിങ്ങൾക്ക് വായനാരിനും വേണ്ട. നിങ്ങൾ നാളെ
ബുഖാരിന്ന് നബി 23 നിസ്കരിച്ച് ഇങ്ങോട്ട് ഉദ്ധരിക്കും ഇല്ല. മുസ്ലിം ഒന്നും ധരിക്ക് ഇല്ല. പിന്നെ എന്താ ഉള്ളത്? അത് നമ്മളൊന്ന് ചർച്ച ചെയ്യാം. ബുഖാരിയില് ബാബുകള് അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാളെ കൊണ്ടുവന്നില്ല എന്ന് നിഷേധിക്ക്. കിതാബു തറാവീഹ് എന്നൊരു ബാബുണ്ട്. മൊയ്ലിയാർ ഇവിടെ പറഞ്ഞറിയോ? തറാവീഹ് എന്ന് നിൽക്കാറും തന്നെയല്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞു. ഏയ് ഏയ് നിങ്ങൾ വേണ്ടോ? KK സക്കരിയ സുലൈ ഒരു പുസ്തക തറാവീഹിനെ കുറിച്ച്. ഖിയാം റമദാൻ അഥവാ തറാവീഹ് അതില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഏയ് അതില്ല എന്ന് പറഞ്ഞു. ഈ തറാവീഹ് എന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. വിശ്രമിച്ച് വിശ്രമിച്ച് നിസ്കരിക്കുമ്പോ ആ പദം തറാവീഹ് എന്ന പദം കൊണ്ട് അർത്ഥാക്കുന്നതാ. അത് റമദാനില്. അതുകൊണ്ട് ഇമാം ബുഖാരി കിതാബു തറാവീഹ് ഇങ്ങനെ ഒരു അധ്യായം ബുഖാരിയിൽ ഇല്ല എന്ന് നാളെ ഇവിടെ വന്ന് പറഞ്ഞല്ലോ നേരത്തെ. എന്ത് തൊള്ളവടായി പറ, നാളെ തൊള്ളവടായി പറ. എന്താ തൊള്ളവടായി? ബുഖാരിയിലെ കിതാബു തറാവീഹ് എന്നൊരു അധ്യായമല്ല. നിഷേധിക്ക് മറ്റന്നാൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് വിതരണം ചെയ്യും ഞങ്ങളുടെ നാട്ടിൽ. ബുഖാരിയില് എല്ലാവരും ശരിക്കും ചിന്തിച്ചോളി. ഇമാം ബുഖാരിയുടെ കിതാബു തറാവീഹ് അതിന്റെ ചുവട്ടിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകളിൽ 20ന്റെയോ 23ന്റെയോ ഒരു റിപ്പോർട്ട് കാണിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങളെ കൂടെ വരും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോലും നിങ്ങളെ സ്വീകരിച്ചോളുന്നില്ല. കാരണം ഞാൻ മുൻകൂട്ടി പറഞ്ഞു, അയ്യടാ അന്നെ എടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. നാളെ ഓൻ തൊള്ളവടായി വെറുതെ പറഞ്ഞ് സമയം പോക്കണ്ട. അതിനാ മനസ്സിലായോ? കിതാബു തറാവീഹ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടോ ബുഖാരിയിലെ? കിതാബു ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ 4 അധ്യായത്തിലും ഒരേ ഹദീസ്. ഈ 4 അധ്യായത്തിന്റെ ചുവട്ടിലും ഒരേ ഹദീസ്. 2013 ഹദീസ് എടുത്ത് വായിക്കും ബുഖാരിയിലെ. എന്തല്ലത്? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅതൻ. ആയിഷ ബിബി റളിയല്ലാഹു തആല പറയാ, റമളാനിലോ അല്ലാത്ത കാലത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. ഈ 20 റകഅതൻ വൽ ഫിത്ര എന്നൊരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൽ നിന്ന്. അത് നാളെ ചിലപ്പോൾ ഇവിടെ ഉദ്ധരിക്കും. അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞുതരാം അതിന്റെ സ്ഥിതി എന്താ. അതിങ്ങനെ പനവൽപ്പടക്കത്തിന് തീ കൊടുത്ത് അങ്ങനെ ആയിപ്പോയി, പൊട്ടിയില്ല. അങ്ങനെ പൊട്ടാത്ത സാധാരണ ഏത് ആ ഹദീസിനെ പറ്റി ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ബിഇസ്നാദിൻ ലഈഫിൻ. എന്താ പറഞ്ഞത്? ബിഇസ്നാദിൻ ലഈഫിൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ അത് പറയാളെ. ബിഇസ്നാദിൻ ലഈഫിൻ പറഞ്ഞിട്ടില്ലേ? ആ ഹദീസ് സ്വീകാര്യമല്ല, ദുർബലമാണ്. അതിന്റെ പരമ്പര സനദ് ദുർബലമാണ് 20ന്റെ എന്നിട്ട് പറയാണ് ഇബ്നു ഹജർ അസ്കലാനി, നബി 11 നിസ്കരിച്ചു എന്ന ഹദീസ് ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കൊണ്ടും ഈ ഹദീസ് ദഈഫായത് കൊണ്ടും നബി 11 നിസ്കരിച്ചു എന്ന് വിശ്വസിക്കാനേ കഴിയൂ. അല്ലേ? ഞാൻ പറഞ്ഞല്ലോ ബുഖാരിയിലെ 4 അധ്യായത്തിലും നബി 11 നിസ്കരിച്ചു. പിന്നെ ഒരു 13ന്റെ റിപ്പോർട്ടുണ്ട്, അതിന് വിശദീകരണവുമുണ്ട്. സുബൈന്റെ മുമ്പുള്ള 2 റകഅത്ത് അടക്കം എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. വഹിയുള്ള മുഹമ്മദ് നബി ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത 11 റകഅത്ത് നിസ്കരിക്കുന്നു. ഒരു ഭാഗത്ത് ഉമർ നിസ്കരിച്ചു ഉണ്ടോ? ഇമാം മാലിക്കിന്റെ മുവത്തയിൽ എന്തല്ലത്? അമറ ഉമർ ഇബ്നുൽ ഖത്താബ് ഉബയ്യ് ഇബ്നു കഅബ് വതമീം ഉദ്ദാരി അൻ യഖൂമ ലിന്നാസി ബി11 റകഅതൻ. അല്ലേ? എന്തല്ലത്? അവിടെ അമറ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് കൽപ്പിച്ചു തമീം ഉദ്ദാരിയോട്, കഅബ് ഇബ്നു മാലിക്കിനോട്, അൻ യഖൂമ ലിന്നാസി ജനങ്ങൾക്ക് മുന്ന് നമസ്കരിക്കാൻ 11 റകഅതൻ 11 റകഅത്ത്. ആ ഹദീസ് സഹിഹാണ്. ഞങ്ങളെന്താ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നമസ്കരിച്ച്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചുള്ള റിപ്പോർട്ട് സഹിഹല്ല. ഗണ്ഡരമണ്ഡലം വെച്ചോ ആ വിഷയത്തിൽ മാത്രം. നാളെ മുതൽ വെച്ചോ, മറ്റന്നാൾ ഞങ്ങൾ വരാം, നിങ്ങൾ വെച്ചോ, ഞങ്ങൾ തെളിയിച്ചു തരാം. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് നിസ്കരിച്ച് 23 ഒരു ഭാഗത്ത്, മുഹമ്മദ് നബി നിസ്കരിച്ച
11 ഭാഗത്ത്. വിശ്വാസി ഏത് സ്വീകരിക്കണം? നബീനെ തള്ളി ഉമറിനെടുത്താൽ സ്വർഗത്ത് കുഴപ്പ, നബീനെടുത്ത് ഉമറിനെ തള്ളി ഒരു കുഴപ്പമില്ല വിഷയത്തിൽ. അങ്ങനെ വന്നാൽ പോലും പക്ഷേ ഉമറിനെ തള്ളേണ്ടതില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 23 നിസ്കരിച്ചിട്ടില്ല, 11 കൽപ്പിച്ചു, 11 ചെയ്തു. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്ന കൃത്യമായ തെളിവാണ് ആ കാര്യം. മനസ്സിലായോ? മുജാഹിദുകൾക്ക് കുനൂത്തില്ല എന്നാണ്. ആര് പറഞ്ഞു? നിന്റെ സുബൈക്കുള്ള ബിദഅത്തിന്റെ കുനൂത്തില്ല എന്നാ പറഞ്ഞു. നാസിലത്തിന്റെ കുനൂത്ത് ഞങ്ങൾ അംഗീകരിച്ചു. യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ട സമയം മുസ്ലിങ്ങൾക്ക് ദുരന്തമുണ്ടായപ്പോൾ കുനൂത്ത് ഞങ്ങൾ അംഗീകരിച്ചു. പ്രകൃതിക്ഷോഭവും കെടുതിയും ഉണ്ടാകുമ്പോഴുള്ള കുനൂത്ത് ഞങ്ങൾ അംഗീകരിച്ചു. സുബൈക്കുള്ള നിങ്ങൾ ചെയ്യുന്ന ബിദഅത്താകുന്ന കുനൂത്ത് ഹദീസ് കൊണ്ട് അത് ബിദഅത്താണ് എന്ന് സ്ഥിരപ്പെട്ടു. വാദം വെച്ചോ? നിങ്ങളുടെ കിതാബ് എന്ന് വായിച്ചത് ഞങ്ങൾ മഹല്ലിയിൽ നിന്ന്, ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന്, ഇമാം നവവിയുടെ കിതാബിൽ നിന്ന് എല്ലാം ഇമാം ഷാഫി ഇമാമിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു. ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യം എന്താ അറിയോ? മദ്ഹബിന്റെ ഇമാമിയങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ആണോ? ഞങ്ങൾ സ്വീകരിച്ച പോലെ മദ്ഹബിന്റെ ഇമാമിയങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ അംഗീകരിച്ച പോലെ മദ്ഹബിന്റെ ഇമാമിയങ്ങളെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഇമാം ഷാഫി ഇമാമിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ? ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സഹിയായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. എത്രത്തോളം? ഞാൻ ഈ ഖബറിനടിയിൽ പോയാൽ പോലും, ഞാൻ ഖബറിൽ എത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞതിനെതിരായി ഒരു ഹദീസ് കണ്ടാൽ നിങ്ങളത് സ്വീകരിക്കണം. അപ്പൊ ഹദീസ് കാണുക, ഇമാം ഷാഫി പറഞ്ഞതിനെതിരായി കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കുന്നതിനോടുകൂടി എന്തുണ്ടാവണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിക്കുക. ബാപ്പ പറയണത്, മോനെ എന്റെ മരണശേഷം ഞാൻ പറഞ്ഞതിനെതിരായി മുഹമ്മദ് നബീന്റെ വാക്ക് കണ്ട മോനെ ആ വാക്കേ എടുക്കാവൂ, ഉപ്പാന്റെ വാക്ക് മോൻ തള്ളിക്കോന്ന് പറഞ്ഞാൽ റസൂലിന്റെ വാക്ക് എടുക്കുക വഴി ആരെ അംഗീകരിക്കണത്? ബാപ്പാനെ. കാരണം ബാപ്പാന്റെ ഇഷ്ടം എന്തായിരുന്നു? റസൂലിന്റെ വാക്ക് എടുക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങളത് സ്വീകരിച്ചവരാ. ഇമാം ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പഠിപ്പിച്ച ഏതിനെയാ? ഇമാം ഷാഫിയെ ഞങ്ങൾ തള്ളി. അപ്പൊ നിങ്ങൾക്ക് ഇമാം നവവി അറിയില്ല? മിൻഹാജിന്റെ തുടക്കത്തിൽ ഉളു എടുക്കുമ്പോൾ ഓരോ അവയവം കേൾക്കുമ്പോൾ സുന്ദരമായ ഒരു പ്രാർത്ഥന ഉണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനെ സുന്ദരമായി എതിർത്തുകൊണ്ടാണ് മിൻഹാജിന്റെ ഫ്രണ്ടിലെ ആ പ്രാർത്ഥനയെ എതിർത്തുകൊണ്ടാണ് ഇമാം നവവി രംഗപ്രവേശനം ചെയ്തത്. അറിയോ നിങ്ങൾക്ക്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ഇമാം നവവി എത്ര കാര്യത്തിൽ വിയോജിക്കുന്നുണ്ട്? ഞങ്ങൾ തെളിയിച്ചിരുന്നു നിങ്ങൾക്ക്. ഇതൊന്നും പെരുമ്പറയല്ല, നിങ്ങൾ പറഞ്ഞ തൊള്ളപടായി അല്ല, പ്രമാണമാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഒരേപോലെ അംഗീകരിച്ചു മുജാഹിദുകള്. നിങ്ങൾ മദ്ഹബിന്റെ പോലീസ് പറയുന്നല്ലോ തള്ളിക്കളഞ്ഞു. 4 മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ അവൻ വാലും മുതില്ലുവാണെന്നാ. നിങ്ങളെ സ്ഥിതി എന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇമാം അബൂ ഹനീഫ നിങ്ങൾ അംഗീകരിക്കുവോ? ഞങ്ങളെ സ്ഥിതി അറിയും നിങ്ങൾക്ക്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഫാത്തിഹയുടെ ഒടുവിൽ വലല്ലാലീൻ എന്ന് കേട്ടാൽ ആമീൻ എന്ന് ഉറക്കെ ചെല്ലണം. ഹദീസ് ഉദ്ധരിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു, കാരണം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. എന്നാൽ സുബൈയിലെ ഖുനൂത്ത് പ്രമാണം കൊണ്ട് തെളിയിക്കപ്പെട്ടില്ല. ആ വിഷയത്തിൽ സ്നേഹത്തോടുകൂടി ഷാഫി മദ്ഹബിനോട് ഞങ്ങൾ വിയോജിച്ചു. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു സുബൈക്ക് ഖുനൂത്തില്ല, പ്രമാണം കൊണ്ട് അത് സ്ഥിരപ്പെട്ടു. ഞങ്ങൾ ഇമാം അബൂ ഹനീഫയെ അംഗീകരിച്ചു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തറാവിയുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ ഇമാം മാലിക്കിനെ സ്വീകരിച്ചു. കാരണം പ്രമാണത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞേ. അപ്പൊ പ്രമാണത്തോട് ഇമാമിങ്ങൾ യോജിച്ചപ്പോഴൊക്കെ മാത്രമല്ല ഇപ്പൊ ചോദിക്കും, അപ്പൊ ഇമാമിങ്ങൾ പ്രമാണത്തിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഓർക്ക് കിട്ടിയതിനനുസരിച്ച് ഒരു പറഞ്ഞു, അതിനെതിരായി പിന്നെ കുറെ കൂടെ സൂക്ഷ്മമായത് കിട്ടിയപ്പോ അവരത് തിരുത്തി. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ജദീദായ കൗലും ഖദീമായ കൗലും ഉണ്ടായത്. ആർക്കതറിഞ്ഞുകൂടാത്തത്? ആരാ അത് നിഷേധിക്കുന്നത്? അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ കേട്ടോ, കെ ഉമർ മൗലവി സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു സുന്നി പള്ളി, പണ്ടേയുള്ള പള്ളിയാണ്. ഉമർ മൗലവിയും മുജാഹിദുകളിൽപ്പെട്ട 2-3 പണ്ഡിതന്മാരും ആ പള്ളിയിലെത്തി. ഉമർ മൗലവിനെ കണ്ടപ്പോ വലിയാര് പറഞ്ഞ പോലെ നല്ല തൊപ്പിയും ജുബയും ധാടിയും ഒക്കെ ആയപ്പം വരിക ചെയ്തോ വലിയാണ്. വേഗം സുബൈക്ക് നിന്നോടിയാറിന്. ഉമർ മൗലവി സുബൈസ്കരിച്ച് കുനൂത്തില്ലാണ്ട്. സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ എന്താ വേണ്ട? ആരടങ്ങി എന്ന ചോദ്യം പിന്നെ ഉണ്ടായത്. കുനൂത്തില്ലാതെ എന്താ ഇത്, ഏതാ ഇത് എന്നൊക്കെ ചോദിച്ചു.
മുറമലയും ഉണ്ടിയില്ല. ബഹളം മൂത്തപ്പോൾ കൂടുള്ളവരും എന്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹനഫികളാ. ഉടനെ എന്നാ അത് പറയണ്ടേ, ഹനഫികളാന്ന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഉമർ മൗലവി പറഞ്ഞു, ഞാൻ ഹനഫിയല്ല ഷാഫിയല്ല, ഞാൻ ഉമ്മത്ത മുഹമ്മദിലെ മെമ്പറാ. മുഹമ്മദ് നബി സുബൈക്ക് കുനുത്തോതാത്തോണ്ടാണ്. ഭയങ്കര തല്ലുമ്പോഴൂ നബീന്റെ പേര് വിടൂലെന്നെ. മുഹമ്മദ് നബീനെ പറഞ്ഞു ഞങ്ങൾ വിടുവന്നെ, ഞങ്ങൾക്ക് സഹിക്കുവോ? ഇമാം അബൂ ഹനീഫനെ പറഞ്ഞപ്പോൾ ചിരിച്ച് ഒരു കോംപ്രമൈസ് ആയി. നബീനെ പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ച്. അപ്പൊ ആർക്കാ അവിടെ ദേഷ്യം? ആരോടാ അവിടെ ദേഷ്യം? ആർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരു ഭാഗത്ത് പറയാം. ഞാനിവിടെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു ക്ലിപ്പിംഗ് ഇട്ടിരുന്നു. ഇവിടെ നമസ്കാരത്തിന് ശേഷം 3 സലാത്ത് ഇപ്പൊ ഈടെയായിട്ട് കാണുന്നുണ്ട്. എന്തൊരു സലാത്ത്? എത്ര സലാത്തടാ മൂപ്പര് ഏപ്പിക്കാർ തുടങ്ങിയെന്ന് തോന്നുന്നു. ഒക്കെ ഏപ്പിക്കാർക്ക് എടുക്കട്ടെ, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. പിന്നെ നമ്മൾ 10 ആക്കി. ഏപ്പിക്കാര് 3 ആക്കിയപ്പോ ഈക്കേക്കാര് 10 ആക്കി. ഞങ്ങളും അത്രേ പറഞ്ഞുള്ളൂ, നിങ്ങളെ വക തുടങ്ങി. അതിന് മൂപ്പർക്കൊരു ചോദ്യമുണ്ട് മൊയ്ലിയാർക്ക്. എന്താ അറിയോ? സംഘടന നബീന്റെ കാലത്തുണ്ടോ? അത് വിധേയത്തല്ലേ? മൈക്ക് നബീന്റെ കാലത്തുണ്ടോ? അത് വിധേയത്തല്ലേ? അതുപോലെ KNM ISM ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഉണ്ടോ? പൊട്ട SSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറിനെ ഞങ്ങൾ വിധേയത്താറുണ്ടോ? സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനം വിധേയത്താണ് ഞങ്ങൾ പറഞ്ഞു. സ്റ്റേറ്റ് സെക്രട്ടറി ചെല്ലുന്ന ദിക്റുൽ ചെല്ലിയ പുതിയ സലാത്ത് മൂപ്പര വകയാണ്. മർക്കസ് സഖാവത്ത് സുന്നിയിലെ സമ്മേളനം വിധേയത്താന്നാ പറഞ്ഞ്. ആ സമ്മേളനത്തിൽ പേരോട് ചെയ്ത പ്രസംഗം ശിർക്കാണ്. നിങ്ങൾ നടത്തിയ സമ്മേളനത്തെ വിധേയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നേ, ഞങ്ങൾ ചെയ്യുന്ന വിധേയത്ത്. സമ്മേളനവും മൈക്കും വിധേയത്ത് എന്നല്ല. നിങ്ങൾ മൈക്കിലൂടെ പറഞ്ഞ ശിർക്ക്, അത് ശിർക്കാണ്. നിങ്ങൾ മൈക്കിലൂടെ ചൊല്ലിക്കൊടുത്ത വിധേയത്താണ്. അത് രണ്ടിനോട് കൂട്ടി കമ്പ്യൂട്ടർ ഉണ്ടോ? മൊബൈലുണ്ടോ? അന്നത്തെ കാലത്ത് പർദ്ദുണ്ടോ? ഇന്ന് കാണുന്ന ജാതിയുള്ള സാധനങ്ങളുണ്ടോ? അപ്പൊ ബിദഅത്ത് എന്താന്ന് പറയും? അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞള് പോലെ വെളുത്തിട്ട്. ഇത് AP സുന്നിയൊക്കെ സംഘടന ഉണ്ടല്ലോ. ആ സംഘടന ബിദഅത്താ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ നമ്മളെ സംഘടന ബിദഅത്ത. ബിദഅത്ത് എന്ന് പറഞ്ഞാലേ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നബി ചെയ്യാത്ത നിങ്ങൾ ഇപ്പൊ നോക്ക്, ദിക്റ് ഹൽക്കയുടെ മജ്ലിസ് മുജാഹിദുകൾ ക്യാൻസൽ ചെയ്ത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ തട്ടിക്കൂട്ടിയതാ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത്. റസൂല് പഠിപ്പിച്ച ഓരോരുത്തർക്കും ആത്മീയ ചോദന ഉണ്ടാക്കാൻ പഠിപ്പിച്ചൊക്കെ ഞങ്ങൾ നിലനിർത്തി. ബാങ്കിന്റെ മുമ്പുള്ള സലാത്ത് ഇവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞേ. ഞങ്ങൾ ക്യാൻസൽ ചെയ്തല്ല, സ്ഥാനത്തു നിന്നൊന്ന് മാറ്റി. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പല്ല സലാത്ത്, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാ സലാത്ത്. നബി ചെയ്ത അങ്ങനെ സലാത്ത് വേണ്ടെന്നല്ല. നിങ്ങൾ വിഷയം മനസ്സിലാക്കി. ഒരാൾ ഒന്ന് എടുക്കുമ്പോൾ തന്നെ കയ്യെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പള്ളീന്റെ കിബിലക്ക് നേരെ തിരിഞ്ഞ് കെട്ടണം എന്നാ പറഞ്ഞേ. അപ്പൊ തന്നെ മുജാഹിദ് കയ്യെന്നെ കെട്ടരുത് എന്നാ പേര് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കിബിലക്ക് നേരെ നിന്നിട്ട് ഒന്ന് എടുത്തതിന് ശേഷം കയ്യെട്ടിക്കോന്ന്. മൊയ്ലിയാർ എന്ത് പറഞ്ഞു? കയ്യെന്നെട്ടരുത് പറഞ്ഞു. ഞങ്ങളെന്താ പറഞ്ഞേ? ബാങ്കിന്റെ മുമ്പല്ല സലാത്ത്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ്മതി വസ്സലാത്തുൽ ഖായിം. ഞങ്ങൾ പറഞ്ഞത് എന്താ? ഹദീസിൽ സ്ഥിരപ്പെട്ട ഇനി ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി 33-ാം അധ്യായത്തിൽ 56-ാമത്തെ ആയത്ത് ഓതി മൊയ്ലിയാർ. എന്നിട്ട് മൊയ്ലിയാർ അറിയാ നബീന്റെ പേരിൽ സലാത്ത് അല്ലാനാ പറഞ്ഞത്. സമയവും സന്ദർഭവും സാഹചര്യവും ഒന്നും പറഞ്ഞിട്ടില്ല. ഹറാമാക്കിയെടുത്ത് വെച്ച് മാത്രം ഒഴിവാക്കുക, ബാക്കി എപ്പോഴും ചെല്ല. എന്നിട്ട് എന്തേ നബിയും സ്വഹാബത്തും ചെല്ലായിരുന്നു? ഒരു ചെല്ലിയ സന്ദർഭം, ചെല്ലിയ ദിവസം, ചെല്ലിയ സാഹചര്യം, ചെല്ലിയ എണ്ണം ഒക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ലേ? ഞങ്ങൾ എന്താ പറഞ്ഞ്? ഒരു ചെല്ലിയ ദിവസം ചെല്ലുക, ചെല്ലിയ സമയത്ത് ചെല്ലുക. ഞാൻ പറഞ്ഞല്ലോ സുബഹിക്ക് നിസ്കാരത്തിൽ സലാത്തുണ്ട്, അത് കഴിഞ്ഞാലും സലാത്തുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിബന്ധന പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞാൽ നബീന്റെ പേരിൽ സലാത്ത് ചെല്ലണം. അത് കഴിഞ്ഞ് പ്രഭാതത്തോട് അടുത്ത് കഴിഞ്ഞാൽ 10 സലാത്ത് നബിയുടെ പേര്, വൈകുന്നേരം 10 സലാത്ത്. ഇതൊക്കെ ഹദീസ് സ്ഥിരപ്പെട്ട അത് ചെയ്യണം. വട്ടത്തിലിരുന്ന് മൊയ്ലിയാരൊക്കെ ഈശയിൽ 1000ന്റെ നോട്ട് നിറയ്ക്കുന്ന സലാത്ത് വാർഷികം വേണ്ടാന്നാ പറഞ്ഞത്. ഓരോരുത്തരും ചെയ്യേണ്ട സലാത്ത് ചെയ്യേണ്ട സന്ദർഭത്തിൽ സ്ഥലങ്ങളിൽ അതാ എണ്ണം ചെയ്യാം എന്നാ ഞങ്ങൾ പറഞ്ഞ്. ഞങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കരുത്. തീർന്നില്ല. അടുത്തത് വളരെ പ്രധാനമായ കാര്യം, നബിയുടെ ആസാറുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. പ്രവാചക തിരുമേനിയുടെ ആസാറുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ട്. അതും പറയാതിരിക്കാൻ വയ്യ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരനെ എഴുതിയ ഒരു ലേറ്റസ്റ്റ് പുസ്തകം പരിചയപ്പെടുത്തും.
വെട്ടിച്ചിറ ഇവിടെ അടുത്തല്ലേ? അല്ലേ? അല്ലേ? ആ മൊയ്ലിയാരാ? ഹസൻ ഇർഫാനി, വെട്ടിച്ചിറ അടുത്ത സ്ഥലം. മൊയ്ലിയാരെ പുതിയ പുസ്തക സഹാബത്ത് തീട്ടവും മൂത്രവും തിന്നുകയും കുടിക്കുകയും ചെയ്ത് എഴുതിയ കിതാബാട്ടോ പരിചയപ്പെടുത്തുന്നത്. കേട്ടോളി. എന്തിനാ ആസാറ് എന്ന് പറയുന്നതും, ഞാൻ ഈ 2012 തീട്ടവും മൂത്രവും തിന്നാന്നറിയുന്ന ഒരു കൗമ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെത്ര മാത്രം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കേട്ടോളിട്ടോ, ലേറ്റസ്റ്റാ. യാതൊരു നിർവാഹവും ഇതിനെതിരെ ഒന്നും ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ കേട്ടോളി. ഒരു തലക്കെട്ടിന് എന്താ അറിയോ? പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും. ഒരു തലക്കെട്ടാ ഒരു പുസ്തകത്തിൽ. അടുത്ത വാചകം, പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സ്വഹാബത്ത് ബർക്കത്തെടുത്തതായി ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിന്റെ നേരെ എതിരെ അടുത്ത വാചകം. ഇതിങ്ങനെയാണ്. ഈ പൊട്ടന്മാരായതുകൊണ്ട് മനസ്സിലാവില്ല. അപ്പുറത്ത് പറഞ്ഞ എന്താ അപ്പുറത്ത് പറഞ്ഞ എന്താ, ഇതിങ്ങനെ പോരും. എന്താണ്? പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സ്വഹാബത്ത് ബർക്കത്തെടുത്തതായി ധാരാളം റിപ്പോർട്ടുണ്ട്. അടുത്ത വാചകം കേട്ടോട്ടോ, ചിരിച്ചു പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിസർജ്യം ഉടനെ തന്നെ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ആഹാ, നബി മൂത്രയിച്ചാലും കാട്ടിച്ചാലും ഭൂമി ഉടനെ മുണുങ്ങും. പിന്നെ എങ്ങനെയോ അത് ബർക്കത്തെടുക്കാൻ സാബിക്ക് കിട്ടി? ഒരൊറ്റ വരിയിലെ തോന്നിയാസം കേട്ടോ നിങ്ങള്. മൊയ്ലിയന്മാരെ കഥയായത്. ഏത്? സഹാബത്ത് മൂത്രം കൊണ്ടും കാഷ്ടം കൊണ്ടും ബർക്കത്തെടുത്ത്. എന്നിട്ട് അടുത്ത വാചകം പറയാൻ, നബി കാട്ടിച്ചു വരുമ്പോഴേക്ക് ഭൂമി മിണുങ്ങി. മൂത്രയിച്ച അപ്പോ സഹാബത്ത് ഭൂമിന്റെ തൊള്ളേന്ന് അങ്ങനെ മാന്തിയതായി ആണോ? ഖുറാഫിയെ ഭൂമിന്റെ തൊള്ളേന്ന് മാന്തി എടുത്തിട്ട് ദഹിച്ചതായി ആണോ? ബർക്കത്തെടുത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി കാട്ടിച്ചോടനെ ആ കാഷ്ടെടുത്ത് ഒക്കെ പെരട്ടി അല്ലാഹു അക്ബർ. എന്നിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്നുണ്ടാവും. എങ്ങനെയുണ്ട്? എന്നിട്ട് കൗമ ഇത് കേട്ടോളി. ഈ കൗമ് ഇതെന്തിനാ പറയുന്നതെന്നും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാചകം, പ്രവാചകന്മാരുടെ മലവും മൂത്രവും രക്തവും ശുദ്ധിയുള്ളതാണെന്ന് പണ്ഡിതപക്ഷം. എങ്ങനെയുണ്ട്? പണ്ഡിതപക്ഷം. ഏത് പണ്ഡിതപക്ഷം? പുരോഹിത പണ്ഡിതപക്ഷം. മനസ്സിലായോ? ഖുറാഫി പക്ഷം. മനുഷ്യന്മാരുടെ എന്ന് പറഞ്ഞ പണ്ഡിതപക്ഷം. അടുത്ത് കേട്ടോളിട്ടോ, കേട്ടോളി. പ്രവാചകന്മാരുടെ മലമൂത്രത്തിന്റെയും രക്തത്തിന്റെയും പരിശുദ്ധിയെ കുറിച്ച് ഇമാം സുയൂത്തിക്ക് ഒരു കിതാബുണ്ട്. ഏത്? ഈ കാഷ്ടത്തിന്റെ മഹത്വം. നിങ്ങൾ ആലോചിച്ചേ, സാധാരണ ഐസ്ക്രീം ഉണ്ട് ആരെയും കീഴിൽ. പരിശുദ്ധമായ ഒന്ന് പ്രവാചകന്മാരുടെ ഗുഹ്യസ്ഥാനത്തുനിന്ന് വരുമ്പോ പിന്നെ കഴുകണോ? വെള്ളം ഉപയോഗിച്ച് വടിച്ചെടുത്താ പോരെ? നിങ്ങൾ ചിന്തിക്കണം. ഈ കൗമ് ലോകത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, ജൂതനൊക്കെ ഉണ്ടാവും. അവരുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും മാത്രമാണ് അവർ പറയുന്നത്. ഈ കൗമ് നോക്കെ ഒരു ഹിന്ദു സഹോദരൻ വന്നിട്ട്, എടാ അന്റെ നബീന്റെ മൂത്രവും കാഷ്ടവും തിന്നൊരു കൗമായിരുന്നു സാബി എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തികെട്ട കൗമായിരുന്നു ആ കൗമ എന്ന് ചോദിച്ചാൽ, സഹാബത്തിനെ നിന്ദിച്ച ഈ സമൂഹം ഉണ്ടല്ലോ, ഈ പുരോഹിത വർഗം, അള്ളാന്റെ ഏത് അത്തഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പാതിയാന്ന് പഠിപ്പിച്ച നബി എന്റെ മൂത്രം കുടിച്ചോളി, കാഷ്ടം തിന്നോളി. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ തമാശക്ക് പറയണ്ട, തൂറിപ്പല്ലി വെച്ച് പാത്തി മിടുക. അതാ അപ്പൊ പറഞ്ഞേ, തൂറിപ്പല്ലി വെച്ച് പാത്തി മിടുക പറഞ്ഞാല് തീട്ടം കൊണ്ട് പല്ലി വയ്ക്കുക, മൂത്രം കൊണ്ട് തൊള്ളകുക. ഇത് പഠിപ്പിച്ചു ഇസ്ലാം. എനിക്ക് കേട്ടോളി, മൂത്രം കുടിച്ചൊരു കഥ പറയാ. അടുത്തത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രി മൂത്രിക്കുന്നതിനൊരു തളിക ഉണ്ടായിരുന്നു. ഒരു രാത്രി പ്രവാചക തിരുമേനി അതിൽ മൂത്രിച്ച് കട്ടിലടിയിൽ വെച്ചു. ഞാൻ രാത്രി എഴുന്നേറ്റപ്പോ എനിക്ക് അമിതമായ ദാഹമുണ്ടായിരുന്നു. ഞാനതെടുത്തങ്ങ് കുടിച്ചു. നേരം വെളുത്തപ്പോ നബി തങ്ങളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഒരു കാലത്തും നിന്റെ വയറിന് അസുഖം ഉണ്ടാവൂല. ഒരു റിപ്പോർട്ടില്, തബറാനിന്റെ റിപ്പോർട്ടില് എന്താ അറിയോ? കേട്ടോടി. മൊയ്ലിയാർ എഴുതുക, വെട്ടിച്ചെറയല വള്ളക്കുപ്പായവും തലപ്പാവും വരിഞ്ഞെട്ടിയ മൊയ്ലിയാര് എഴുതുകയാണ് തീട്ടത്തിന്റെയും മൂത്രത്തിന്റെയും കഥ. ഈ നൂറ്റാണ്ടില് പ്രിയപ്പെട്ട AP സുന്നി കോളേജിലൊക്കെ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളെ തലയിൽ മുണ്ടിട്ട് ജീവിച്ചോളി. AP എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും, ഓനെ കൊണ്ട് ചോദിപ്പിക്കും നിങ്ങളോട്. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന ഒരു ദിവസം വരെ മരിച്ചു വീണാലും ഇതൊക്കെ അവർ പഠിപ്പിക്കണേ. എനിക്ക് കേട്ടോങ്ങള് ഞെട്ടിപ്പോവും. തബറാനിയുടെ റിപ്പോർട്ടിൽ അല്ലാഹു നിന്റെ ശരീരത്തെ നരകത്തിന് നിഷിദ്ധമാക്കി. ഏത്? നിന്റെ മൂത്രം കുടിക്കുക വഴി ഇനി ഒരിക്കലും ഈ നരകത്ത് പോല.
സുഖായി. ഹജ്ജ് വേണ്ട, നോമ്പ് വേണ്ട, സക്ക 1/2 ലിറ്റർ മൂത്രം കുളുക്കുളു കുടിച്ചാൽ മതി സ്വർഗം. എന്ത് എളുപ്പ! ക്യൂ നിന്നിട്ട് നബി മൂത്രയിക്കുക, സാപ്പിടുക, ഒന്നും ബേജാറാണ്ട, സ്വർഗത്തിലെത്തി. നബി പറയോ കൂട്ടരെ, എന്റെ 1/2 ലിറ്റർ മൂത്രം വള്ളാർച്ചും കുടിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് മുത്തു നബി പറയോ? ആ റസൂലിനെ നിന്ദിച്ച് ഈ വർഗം ലൈഫും സൈയും നോക്കാതെ കണ്ട കള്ളത്തരം മുഴുവൻ എഴുതി, കാലക്കീലകൾ ഇവർ എഴുതി. അതുകൊണ്ട് ആ ഹൊറാഫികൾ എന്നിവർ വിളിക്കണേ. നമ്മൾ മനസ്സിലാക്കണം. ഇനി കേട്ടോളി നിങ്ങളെ, ഏറ്റവും രസകരമായ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. മുടി. ഏത് മുടി? அந்த அண்ணாச்சிയുടെ മുടി. എന്താ അണ്ണാച്ചി? ജാലിയം വാല അണ്ണാച്ചി. വാങ്ക സാർ, വാങ്ക. അണ്ണാച്ചി എന്നാ ഇവിടുന്ന് പറഞ്ഞ വാങ്ക സാർ, കാന്തപുരില്ലയാ, വാങ്കോ, ഉക്കാറുങ്കോ എന്ന് പറഞ്ഞ് കൊടുത്തേന്ന്. ഇന്ന് നിങ്ങൾ കേൾക്കണോ? E.K. സുന്നിയുടെ എഴുതിയേ E.K. സുന്നിയുടെ ഒരു യാത്ര എടുത്തില്ലപ്പോ, ആ യാത്രയിൽ ഇവര് എഴുതിയിട്ടുള്ളൊരു സപ്ലിമെന്റ്. ആ സപ്ലിമെന്റില് ഇതാ E.K. സുന്നിയുടെ എഴുതിയ AP ഉസ്താദിനെ കുറിച്ച് എഴുതിയ APയും സംഘവും ചേർന്നിട്ട് ബാധിച്ചറിഞ്ഞത്ര 6 കൊല്ലായിട്ട് നബി മുടി വടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. 6 കൊല്ലായിട്ട് നബി മുടി എന്ന് വിട്ടലില്ല. അത്ര വരെ പച്ചക്കള്ളം E.K. സുന്നിയുടെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി തങ്ങന്മാര് ഒക്കെ നിൽക്കുന്നേ. ഇതാ ഇതിങ്ങനെ വെച്ചാലേ ലേ കള്ളം പറഞ്ഞു പോകുന്ന നാളെ പറയും. ഉണ്ടോ? ഇതിൽ പറയാണ് 6 കൊല്ലം നബി മുടി എന്ന വെട്ടലുണ്ടായിരുന്നില്ല. ഈ ജാതി നോണ. കാരണം എത്ര നീട്ടുള്ള മുടി, അതിന്റെ ഗുട്ടൻസ് മനസ്സിലായി നിങ്ങൾക്ക്? അത് പറഞ്ഞുതരാം. അതായത് ആദ്യം മൂപ്പര് മഞ്ചേരി പ്രസംഗിച്ച മുമ്പൊരു മുടി ഉണ്ടായും കയ്യിൽ. അതിനെപ്പറ്റി ഇപ്പം മിണ്ടാട്ടല്ല. 10 കൊല്ലം മുമ്പേ ഒരു മുടി മർക്കസിൽ ഉണ്ടായിരുന്നല്ലോ. അത് ഇത്തറുള്ള 2 കഷ്ണം എൻ്റെ അടുത്തുള്ളത് എന്നാണ് മഞ്ചേരി. ഇത്തറുള്ള 2 കഷ്ണം. ഇത്തറുള്ള 2 കഷ്ണം. ഇപ്പോഴോ 1.5 മീറ്റർ. 1.5 മീറ്റർ. ഇതെങ്ങനെയോ ഇത്തറുള്ള 1.5 മീറ്ററായി? അതോ ഈ ഇത്തറുള്ള മുടി പല സ്റ്റേറ്റുകളിലേക്കും കട്ട് ചെയ്ത് കൊടുത്താൽ വലിയൊരു വരുമാനം. സാധാരണ എസൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുറ്റിച്ചിട്ടാണല്ലോ ബല്ലായി കലക്കുക. അപ്പം ഇതിൻ്റെ ഒരു കഷ്ടം കൊടുത്തിട്ട് വിപുലമായൊരു സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ, അപ്പം മൂപ്പർക്കറിയാം എന്ത് കട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഉത്തറുള്ള മുടി എന്ത് ചെയ്യും? തീർന്നു പോവും. അപ്പം ഇത് തീർന്നാൽ പിന്നെ ബിസിനസ് എടുക്കുമോ? അപ്പം മൂപ്പർ എന്ത് പറഞ്ഞ്, ഇത് വലുതായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ്. വലുതായിക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല, ഇത് ചെകയായിട്ട് വളരുമെന്ന്. മുടി ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് വളരും. കാരണം എന്താ, ഖിയാമത്ത് നാളിൽ മൂപ്പര് മരിക്കണ വരെ ഇത് വിൽക്കണമല്ലോ. ഇത് തീർന്നു വരരുത്. അതിനെടുത്ത തന്ത്ര മൂപ്പര്. എന്നിട്ട് ഈ ആലുവയിൽ ഒരു ത്വരീക്കത്തുണ്ട്. ആ ത്വരീക്കത്തുകാരെ കയ്യിൽ നബീൻ്റെ മുടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പേരോട് പ്രസംഗിക്കാൻ, നബീൻ്റെ മുടി ചെവി വരെ ഉള്ളോ, അതിൻ്റെ അപ്പുറത്തില്ല എന്നൊക്കെ പറഞ്ഞ ഹദീസ് ഉസ്താദിൻ്റെ കയ്യിലെത്തിയപ്പോൾ, ഉസ്താദിൻ്റെ കയ്യിൽ മുടിയെത്തിയപ്പോൾ പറയാണ്, അത് നീളും, എത്രത്തോളം നീളുമെന്നറിയുമോ എന്നൊക്കെ അടുത്ത് പറഞ്ഞു. സാധാരണ ഒരു ശൈലി ഉണ്ടല്ലോ, കണ്ണങ്ങട്ടേച്ച് നല്ല മിമിക്രി. അങ്ങനെ ഉസ്താദ്. മറ്റേതെന്താ, വരുമാനം കൊടുക്കുക. ഇത് പാതി ഉസ്താദ് കൊടുക്കാന്ന് ചെവിയിൽ. ജി ശരിക്ക് വർക്ക് ചെയ്താ എനിക്ക് ഞാൻ എത്തിക്കുന്നു ഉസ്താദ് പറഞ്ഞ് മൂപ്പരായിട്ട് ഉസാറാക്കി. ഉസ്താദിനെ പൊക്കി അങ്ങോട്ട് പറഞ്ഞു. അല്ലേ? ആലോചിച്ചു നോക്കണം നിങ്ങള്, ആലോചിച്ചു. ഇതിനെക്കുറിച്ച് സുന്നികൾ എഴുതുന്നെന്നറിയോ? ആ മുടി ലോകത്താർക്കും കിട്ടാൻ സാധ്യതല്ല. ഈ ഇർഫാൻ ഈ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്, വെട്ടിച്ചിറക്കാരൻ. ഏറ്റവും രസകരമായ പോയിന്റ് എനിക്ക് കേട്ടോളി. എന്താ പറയുന്നത്? തിരുശേഷിപ്പുകളും വിമർശകരും. വിമർശകരാണ് ശരിക്കുള്ള സത്യസന്ധർ എന്ന് തെളിയിക്കുന്ന പോയിന്റ് അയാൾ തന്നെ പറയണേ. 2 പോയിന്റ് കേട്ടോളി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ തിരുശേഷിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇതിനെതിരാ പറയുന്നത്, നേരത്തെ പാരഗ്രാഫ് പോലെ തന്നെ. സ്വഹാബികൾ പലരും അത് സൂക്ഷിച്ചു പോന്നതും മരണസമയത്ത് അത് കഫംപുടയിൽ നിക്ഷേപിക്കാൻ വസിയത്ത് ചെയ്തതും ഹദീസിലുണ്ട്. സ്വഹാബിക്ക് കിട്ടിയ മുഴുവൻ ആസാറുകളും മയ്യത്തിന്റെ കൂടെ വെച്ച് കബറടക്കാൻ. പിന്നെ എങ്ങനെ ഇത് ലോകത്തിന്റെ പല ഭാഗത്തും? എന്റെ ബാപ്പന്റെ കയ്യിൽ തന്ന പേന എന്റെ മയ്യത്തിന്റെ കൂടെ വെച്ച് കെട്ടാൻ പറഞ്ഞ പിന്നെ എന്റെ ഭാര്യന്റെ കയ്യിൽ കിട്ടുമോ? എന്റെ മക്കളുടെ കയ്യിൽ കിട്ടുമോ? തലച്ചോറിലൊരു പറ കിട്ടുമോ? പിന്നെ എവിടുന്ന് കിട്ടി? ഇത് എവിടുന്ന് കിട്ടി? ആര് കൊടുത്തു? ഒന്ന് നിങ്ങൾ എഴുതിയ തെളിവാ പറയുന്നത്. സഹാബികളുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഞങ്ങളുടെ കഫം പുടവയോട് ചേർത്ത് ചെയ്യണമെന്ന് വസിയത്ത്. അവരുടെ വസിയത്ത് ആരെങ്കിലും നിഷേധിക്കോ? അവരുടെ വസിയത്ത് നിഷേധിക്കോ? ഒന്ന്. രണ്ടാമത്തെ കേട്ടോളിട്ടോ, അപാര തെളിവുകളാ. ഇവര് ഈ മുടിപ്പള്ളി ആ പള്ളിയുടെ പിക്ചർ വെച്ചിടത്തിൽ മുകളിൽ ഇങ്ങനെ ഒരു അഡ്രസ് അല്ല ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്തിനാ പറയണതയോ? ഇവരെ കയ്യിലെ മുടി തെളിയിക്കാനാ. എന്നാ കേട്ടോളി. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി
അടിവരട്ടോളൂ കേട്ടോ, വല കിതാബ് എന്നാ വായിക്കും. ഒരു മുടി എന്റെ പക്കൽ ഉണ്ടാകൽ ഈ ലോകവും സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്ത് മനസ്സിലായി? ഈ മുടി ലോകത്തൊരാൾക്കും കൊടുക്കൂല ഞാന്. അത് മനസ്സിലായില്ല? ഇല്ല, എന്നാ വിശദീകരിച്ചരാ. ആദ്യം ഒന്നുകൂടെ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി എന്റെ പക്കലുണ്ട്, ലോകത്തെ മുഴുവൻ സ്വത്തും എന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ആകാശഭൂമികളിലെ മുഴുവൻ സ്വത്തും ഒരാൾ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയാണ്, ഈ സ്വത്ത് ഞാൻ നിനക്ക് തരാം, ആ മുടി എനിക്ക് തരുമോ? ഉബൈദുർ റഹ്മാൻ എന്താ പറയണേ? എനിക്ക് ആ സ്വത്തിനേക്കാളൊക്കെ വലുത് മുടിയാണ്. ലോകത്തെ മുഴുവൻ സ്വത്തും കൊടുത്തിട്ട് ചോദിക്കാണ്, ഇതിന് പകരമായിട്ട് നബീന്റെ മുടി തരുമോ? ഇല്ല, എനിക്ക് ആ നബീന്റെ ഒരു മുടിന്റെ പക്കൽ നിൽക്കലാ ഇഷ്ടം. പറ, ആ മുടി പിന്നെ ലോകത്ത് എവിടെങ്കിലും എത്തുവോ? സഹാബിമാരും ബിസിനസ്സുകാരായിരുന്നില്ല. പേരോട് തന്നെ പറയുന്നുണ്ട്, സ്വപ്നമിത്തി കായാക്കിയില്ലവര് അല്ലേ. ഇനി ഒരു പോയിന്റ് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ബാപ്പാന്റെ ഒരു വസ്തു ബാപ്പൻ നമ്മുടെ കയ്യിൽ തന്നു. മോനെ, എൻ്റെ മയ്യത്തിന്റെ കൂടെ അത് വെക്കണം മോനെ എന്ന് വസിയത്ത് ചെയ്താൽ ഉപ്പാനെ സ്നേഹിക്കുന്ന മകൻ അത് വിറ്റ് കായ് ഉണ്ടാക്കും. 5500 റുപ്യക്കാ ജാലിയൻവാലയിൽ നിന്ന് മുടിയങ്ങി. 5500 ലോകം മുഴുവൻ തന്നാലും മുടി തരൂല എന്ന് പറഞ്ഞു നബി. ജാലിയനോ ഓനറിഞ്ഞൂടെ ഇത് ഏതോ ആണ് ഞാൻ പറഞ്ഞല്ല, ഈ കേസ് പറഞ്ഞ അങ്ങനത്തെ ഒരു മുടി അതിന് 5500 അല്ലാതെ അതിൽ മുന്തി കിട്ടുമോ? നബീന്റെ മുടിയോ ലോകം മുഴുവൻ തന്നാലും തരൂല. അതിനേക്കാൾ അപ്പുറത്താ മുടി. ഞങ്ങൾ മനസ്സിലാക്കിയ ദീൻ അതാണോ? സ്വഹാബത്ത് മനസ്സിലാക്കിയ ദീന് വിറ്റിക്കായ് ഉണ്ടാക്കാനുള്ള ദീനല്ല. തീർന്നില്ല, ഇനി ഇവരൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്, ഞെട്ടിപ്പിക്കും വാർത്തകൾ. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിപ്പിച്ചു കൊടുത്ത ഷർട്ട് മുആവിയ റളിയല്ലാഹു തബറുക്കിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. അടുത്ത വാചകം കേട്ടോളിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും മുടികളും നഖങ്ങളും അപ്രകാരം കരുതി വെച്ച് അതെല്ലാം, അടുത്ത വാചകമാണ്, അതെല്ലാം മരണശേഷം കഫം പുടവയോട് ചേർത്ത് വേണം തന്നെ കബറടക്കേണ്ടത് എന്ന് മകനായ യസീദിനോട് വസിയത്ത് ചെയ്യുകയുണ്ടായി. ഇനിയാ ഞാൻ ചോദിക്കുന്നത്, സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ മുടി ഉണ്ടായിരുന്നത് മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. മകൻ യസീദിനോട് എന്താ പറഞ്ഞ്? സുന്നികളാ പറയുന്നത്, ഹസൻ ഇർഫാനിയാ പറയുന്നത്, വെട്ടിച്ചിറക്കാരനാ പറയുന്നത്. അത് യസീദിനോട് പറഞ്ഞത്രേ, മോനെ ആ മുടി മുഴുവനും എൻ്റെ നെഞ്ചത്ത് വിതരണം, ആ നഖം മുഴുവനും എൻ്റെ മുഖത്തും നെഞ്ചത്തുമായി വിതറി ആ ഷർട്ട് എന്നോട് ചേർത്ത് കബറിൽ വെക്കണം. ഇനി എൻ്റെ ചോദ്യം, ആ ഷർട്ട്, ആ കബറിൽ വെച്ച ഷർട്ട് പിന്നെ മ്യൂസിയത്തിൽ ഉണ്ടാവുമോ? പിന്നെ ഖസ്റജിയുടെ കയ്യിലെത്തുവോ? മുആവിയ റളിയല്ലാഹുവിന്റെ നെഞ്ചത്ത് വിരിച്ച് കബറിൽ വെച്ച ആ മുടി ആരെങ്കിലും മാന്തുവോ? ബാപ്പാന്റെ ശരീരത്തിന്റെ ഭാഗമായി വസിയത്തായി വെച്ച കബറിനെ കള്ളനല്ലാതെ മാന്തുവോ? കബർ മാന്തികൾ സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ? ചിന്തിക്ക്. നേരം വരക്ക് ഇന്ന് പിരിച്ചുവിട്, ഇരു സമസ്യയും പിരിച്ചുവിട്. അള്ളാഹനെ പേടിക്കുന്നുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പിരിച്ചുവിട്. തീർന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു കാണിച്ചു തരാൻ ഞങ്ങൾക്ക്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു മുടി ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടോളി. അനസ് റളിയല്ലാഹു പറയാണ്, എൻ്റെ മയ്യത്തിന്റെ കൂടെ വലത് ഭാഗത്ത് അത് വെച്ചിട്ട് ഇങ്ങനെ കഫൻ ചെയ്യണം. എല്ലാവരും കണ്ട് മനസ്സിലായിക്കൂടി. ഇങ്ങനെ കഫൻ ചെയ്ത് എന്നെ ഇത് കൊണ്ടുപോയിട്ട് കബറിൽ വെക്കണം. പറ, ആ അനസ് റളിയല്ലാഹുവിന്റെ മയ്യത്തിന്റെ ചേർത്ത് വെച്ച് കഫൻ ചെയ്ത വടി പിന്നെ മ്യൂസിയത്തിലെത്തുവോ? മക്കളെ, മ്യൂസിയത്തിലെത്തുവോ? ആരുടെയെങ്കിലും കൈകളിൽ ഉണ്ടാവോ? പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? സ്വഹാബികൾ ഒരാൾക്കും കൈമാറി കൊടുക്കാത്ത നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. തീർന്നില്ല. അടുത്തത് കേട്ടോ, പഠിച്ചോ, മനസ്സിലാക്കിക്കോ. ഒരു മുനാഫിക്ക് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടില് മദീനയില് ഒരു മുനാഫിക്ക് മരിച്ചു. ഏറ്റവും വലിയ മുനാഫിക്ക് മരിച്ചപ്പോൾ ആ മുനാഫിക്കിന്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഒരു ജുബ്ബക്കുപ്പായത്തിൽ എൻ്റെ ബാപ്പാന്റെ മയ്യത്ത് കഫൻ ചെയ്യണമെന്ന് എൻ്റെ ബാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്, തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു കൊടുത്തു. ഇനി പറ പ്രിയപ്പെട്ടവരെ, ആ മകൻ ആ ഡ്രസ് എന്ത് ചെയ്യും? നാട്ടുകാർ കൊടുക്കുവോ? വെക്കുവോ? ബാപ്പാന്റെ മയ്യത്ത് അതിൽ പൊതിഞ്ഞ 6 അടി മണ്ണ് കൊണ്ടുപോയി വെക്കും. ആ കുപ്പായം ലോകത്തിലേതെങ്കിലും ഒരു മ്യൂസിയത്തിലുണ്ടേന്ന് കാണുന്നവരല്ല. അതിനപ്പുറത്താര് പറഞ്ഞാലും തലം വിശ്വസിക്കോ?
വിശ്വസിക്കോ? നിങ്ങൾ പറ. തീർന്നില്ല. അടുത്തവും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ത്രീ നല്ലൊരു ഷർട്ട് കൈകൊണ്ട് തുന്നി മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. നബി അത് ധരിച്ചു. മറ്റൊരു വക്തിന് ധരിച്ചിട്ട് നബീനെ കണ്ട സ്വഹാബികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം അപാര സൗന്ദര്യമാണല്ലോ റസൂലിന്. ആ ഷർട്ട് ഇട്ടപ്പോൾ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചു. സ്വഹാബികൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടരായി. ഒരു സ്വഹാബി അയാൾ മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, നബിയേ ആ ഷർട്ട് എനിക്ക് തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ? കൊണ്ടുപോയിക്കോ. അപ്പൊ സ്വഹാബികളെല്ലാം ചോദിച്ചു, എന്താടാ ഇത്? നബി എന്ത് ചോദിച്ചാലും തരും നിനക്കറിയില്ലേ? നീ ചോദിക്കാൻ പാടുണ്ടോ? ശരിയായില്ല അത്. അപ്പൊ ഈ സ്വഹാബി പറയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയത്? എനിക്ക് ആ ഷർട്ട് എന്തിനാണെന്നറിയോ? ഞാൻ മരിച്ചാല് എന്റെ മയ്യത്ത് ആ നബീന്റെ ഷർട്ടിൽ വെച്ച് എന്നെ ഖബറിൽ വെക്കാനാ. പറ വിശ്വാസികളെ, ഈമാനുള്ള കുട്ടികളെ, ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന മക്കളെ, ഒന്ന് കേട്ടു നോക്കേ. ആ ഡ്രസ് പിന്നെ ലോകത്തെ മ്യൂസിയത്തിലെത്തുമോ മോനെ? പടച്ചോനെ പഴിച്ചിട്ട് പറ. ഉസ്താദിനോട് അടിമത്തം സ്വീകരിച്ച മോനെ പറ. ആ പുസ്തകം, ആ ഷർട്ട് പിന്നെ ലോകത്തിലെ മ്യൂസിയത്തിലെത്തുമോ? സഹാബികൾ ആരും അവരുടെ കയ്യിലുണ്ടായിരുന്ന നബിയുടെ ആസാറുകൾ മറ്റൊരാൾക്ക് കൈമാറിയില്ലെന്നതാണ് ചരിത്രം. മഹാനായ മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയാണ്, നബി വഫാത്തായിട്ട് 50 കൊല്ലത്തിനുള്ളിൽ തന്നെ നബിയുടേതാണെന്ന് തെളിയിക്കാൻ ഒരു രേഖയും ഒരാസാറിനും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയങ്കരരെ, അതാണ് സത്യം. കാന്തപുരം കളവ് പറയുകയാണ്, കള്ളം പറയുകയാണ്, വഞ്ചിക്കുകയാണ്, കോടികൾ തട്ടുകയാണ്. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ അറിയണം. ഇതറിഞ്ഞ് ഇത് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങളെ വിവച്ഛേദിച്ച് ഈ കാര്യങ്ങൾ അറിയണം. പിന്നെ ഒന്നുള്ളത്, മരണ വീട്ടിൽ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചുള്ളൊരു പരാമർശം. മാധ്യമവും മാതൃഭൂമിയും മലയാള മനോരമയും വായിക്കലാണ് മരണ വീട്ടിൽ ഖുർആൻ വായിക്കുന്നതിനേക്കാൾ നല്ലത്. എന്നിട്ടൊരു കാര്യം വലിയാർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്റെ കാലത്ത് ഖുർആൻ ഓതിയിട്ടില്ല എന്ന് തെളിഞ്ഞാലും എന്നൊരു പരാമർശം. എന്നാലും അത് ഓതിക്കൂടെ എന്നുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ അറിയോ? ഞാൻ 2 തെളിവ് പറയാം. എന്തുകൊണ്ട് എന്നെ പറ്റിയാണ് പറയുന്നത്? ഖുർആൻ വായിക്കുന്നതിനേക്കാൾ നല്ല മാതൃഭൂമി വായിക്കലാണ്. ഞാൻ അങ്ങനൊന്നുമല്ല പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞതെന്ന് ആദ്യം കേട്ടോളി, പഠിച്ചോളി. അതായത് കാസർഗോഡ് ജില്ലയിൽ ഒരു പൈസക്കാരനായ ആൾ, സുന്നിയല്ല മുജാഹിദും അല്ല, അങ്ങനെ നിൽക്കുക. 2 വിഭാഗത്തിലെ പണ്ഡിതന്മാരെ വെച്ച് അയാളെ വീട്ടിലൊരു ചർച്ച. ഇതിന്റെ യഥാർത്ഥ പിക്ചർ നിങ്ങൾക്കാർക്കും അറിയില്ല, അത് പറയാൻ. അപ്പൊ അവിടെ കാസർഗോഡ് മടവൂരികള് കരിമ്പിലാക്കലിനെ കൊണ്ടുവന്ന്, മറുഭാഗത്ത് സുലൈമാൻ സക്കാഫി. ഇവരിയ്ക്കുന്ന സദസ്സിൽ പൈസക്കാരൻ മുജാഹിദാ പറയുന്നത് ശരിയെങ്കിലും മുപ്പര് വിശ്വസിക്കും. സുന്നിലാ പറയുന്നത് ഫസ്റ്റ് തന്നെ സുലൈമാൻ, അല്ലെങ്കിൽ കുരുട്ട് ബുദ്ധിയാണല്ലോ സക്കാഫിമാർക്ക്, ബുദ്ധിയല്ലേലോ. സുലൈമാൻ ഉടനെ ചോദിച്ച, അല്ല കരിമ്പിലാക്കലിനോട്, അബ്ദുൽ ലത്തീഫ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതലാണോ നല്ലത്, പേപ്പർ വായിക്കലാണോ നല്ലത്? കൊടുക്കാൻ വേണ്ടിയാ ചോദിച്ച്. കരിമ്പിലാക്കലോട് ഖുർആൻ വായിക്കാൻ നല്ലത്. കണ്ടോ, ഇതാ ഞങ്ങൾ പറഞ്ഞ മരിച്ചെടുത്ത് നല്ലത് ഖുർആൻ ഓതല. അതോടുകൂടി തന്നെ ആ പണക്കാരൻ എന്തായി? കരിമ്പിലാക്കൽ തോറ്റ് മൊയ്ലിയാരി ജയിച്ച് നാക്കി. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്നോടാണ് ചോദിക്കണമെങ്കിൽ ഞാൻ പറയും, അവിടെ ഖുർആൻ വായിക്കലല്ല നല്ലത്, പത്രം വായിക്കലാ നല്ലത്. എന്തുകൊണ്ട്? അതുകൂടി മനസ്സിലായിക്കോളി. ഒരാൾ ചോദിക്കാണ്, കക്കൂസിൽ പേപ്പർ വായിക്കലാണോ നല്ലത്, ഖുർആൻ വായിക്കലാണോ നല്ലത്? ഈമാനുള്ളവൻ എന്താ പറയാ? തലച്ചോറുള്ളവൻ എന്താ പറയാ? പത്രം വായിക്കുന്നുണ്ട് കുഴപ്പമില്ല, ഖുർആൻ വായിക്കാൻ പാടില്ല. അല്ലേ? വൃത്തികെട്ട ഓവജാലി ഇരുന്നിട്ട് ചിലപ്പോൾ പത്രം വായിക്കാം, ഖുർആൻ വായിക്കാൻ പറ്റുമോ? പറ്റില്ല. ആദ്യം വിഷയം മനസ്സിലാക്ക്. അതായത് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കാൻ, ഈ മരവട്ടത്തുള്ള APK സുന്നികളോട്, ഇപ്പോ ഒരു വീട്ടിൽ മരണം നടന്നു. ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിലെ കസേരയിൽ കുറെ ആളിരുന്നു. 2-3 പത്രങ്ങൾ വരലുണ്ട് അവിടെ. ആ മയ്യത്തിന്റെ വീട്ടിൽ വന്നെടുത്ത് അവർ കിട്ടിയ പത്രം എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. അങ്ങോട്ട് കയറി വരുന്ന ആരെങ്കിലും മരിച്ച വീട്ടിൽ മാതൃഭൂമി വായിക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കുമോ? സത്യം പറയും മനുഷ്യരെ, എന്താ അവിടെ പറഞ്ഞത് നടന്നത് നിങ്ങൾ മനസ്സിലായിക്കോളി. ആ പത്രവായന കണ്ടിട്ട് വരുന്ന ആരെങ്കിലും മാതൃഭൂമി വായിക്കൽ സുന്നത്താകുന്നു എന്ന് ബുഖാരി ഇമാമ പഠിപ്പിച്ചിട്ടാ ചെയ്യുന്നതെന്നാണോ? ആരെങ്കിലും തെറ്റിദ്ധരിക്കോ? പത്രം വായിച്ചാൽ ഇത് സുന്നത്താണെന്നും നാളെ വല്യാപ്പ മരിച്ചെടുത്ത് മാതൃഭൂമിന്റെ 100 കോപ്പി കൊണ്ടുവരണമെന്നും ആരെങ്കിലും മനസ്സിലാക്കുമോ? നേരെ മറിച്ച്
ഒരു വീട്ടിലേക്ക് കയറിയുമ്പോൾ 5 സക്കാഫിമാര് യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓതുന്നു. വരുന്നവൻ എന്താ വിചാരിക്കുക? മരിച്ച വീട്ടിൽ യാസീൻ ഓതൽ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്താകുന്നു, അതുവഴി അവൻ ബിദ്അത്തിലെത്തി. പത്രവായന സുന്നത്തുമല്ല ബിദ്അത്തുമല്ല, അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇങ്ങനെ വിശദീകരിച്ചൊരു പ്രസംഗത്തെയാണ് കൂട്ടിമാട്ടി. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒന്നുകൂടി നിങ്ങൾ അറിയണം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജത്തുൽ കുബ്ര ഈമാനുള്ള വനിതയായി മരിച്ചു. വെല്ലുവിളിക്കുന്നു ഞാൻ, ആ മരണത്തെക്കുറിച്ച് വിശദീകരിച്ച് ഏതെങ്കിലും ഒരു കിതാബിൽ ഖദീജ ബീവി മരിച്ച അന്ന് നബിയും സഹാബത്തും ഇരുന്ന് ഖുർആൻ മരണത്തിന്റെ പേരിൽ ഓതിയതായ ഒരു ഉദ്ധരണി ഹദീസ് എന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും. സഹിയായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിലും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. അവരുടെ വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിട്ട് ഖുർആൻ ഓതിച്ച ഒരു സംഭവം ഹദീസ് ഗ്രന്ഥത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ നാളെ ഉദ്ധരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ചു. കേട്ടോളി, ഹദീസ് ഗ്രന്ഥത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നബി ആ മകനെ താങ്ങിയെടുത്തു. മോനെ ഇബ്രാഹിം, നിന്റെ മരണം എന്നിൽ അഗാധമായ വേദനയുണ്ടാക്കുന്ന മോനെ എന്ന് നബി പറഞ്ഞ ഹദീസിൽ കാണാം. ആ മകൻ മരിച്ചെന്ന് സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് ഹദീസിൽ കാണാം. അന്ന് അവർ പറഞ്ഞ വാക്ക് നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറഞ്ഞു. അതിന് റസൂലുള്ളാഹി തിരുത്തി. മേറാബിൽ നബി നിസ്കരിച്ചപ്പോൾ നരകം പ്രദർശിപ്പിക്കപ്പെട്ടു. നബി പിറകോട്ട് നിന്നു. പുരുഷന്മാരുടെ സഫ് സ്ത്രീകളുടെ സഫിലേക്ക് ഇഴകിച്ചേർന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ്. നരകം പ്രദർശിപ്പിക്കപ്പെട്ടു, സ്വർഗം. ഇതൊക്കെ വിശദീകരിച്ച ഹദീസിൽ എന്തുകൊണ്ട് നബിയുടെ മകൻ മരിച്ചതിന്റെ ഭാഗമായി ഖുർആൻ ഓതുക എന്നൊരു സുന്നത്ത് ചെയ്തതായി ഒരൊറ്റ ഹദീസിലും ഇല്ലാത്ത? മക്കളെ, യുവാക്കളെ, ഏത് പാർട്ടിന്റെ കൂടെ കൂടിക്കോ, പക്ഷെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ അന്തസ്സുള്ള ഒരു ആദർശം വേണം, തെളിവ് വേണം. ആ തെളിവുള്ളിടത്ത് നിന്നോളി, ആരെങ്കിലും തലകുനിക്കേണ്ടി വരില്ല. ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. റസൂലുള്ളാഹി മരിച്ചല്ലോ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യമുണ്ട്. ആ റസൂലുള്ളാഹി മരിച്ച വീട്ടിൽ ഭാര്യമാരിരുന്ന് ഖുർആൻ ഓതിയത് ഒരു സ്ഥിരമായിട്ട് ഓതുന്ന, സ്ഥിരമായിട്ട് എന്നും ഓതു. ആ ഓത്ത് അവിടെ നടന്നു. മരിച്ചതിന്റെ ഭാഗമായി ഖുർആൻ ഓതി ഒരു ഹദീസ് ഉദ്ധരിക്ക് ഇല്ല, തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യണില്ല. നബി ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കൽ സുന്നത്താണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യണില്ല. അതാ, അല്ലാതെ നബി പഠിപ്പിച്ച ഒന്നിനെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്തതല്ല. പിന്നുള്ളൊരു കാര്യം, ഒരു വെല്ലുവിളിയാ മൊയ്ലിയാരെ. എന്തറിയോ? നിങ്ങൾ വലിയ ദീന് പറയുന്നവരല്ലേ, പള്ളി അറിയാതെ പറഞ്ഞു ഏതാ, പിന്നെ അതിന്റെ മുകളിൽ കിടക്കുക മൊയ്ലിയാര്. എന്തറിയോ? സെഫപ്പിക്കുന്നിടത്ത് ആദ്യം പ്രായം ചെന്ന ആണുങ്ങളും പിന്നെ കുട്ടികളും പിന്നെ അതിന്റെ പിന്നിൽ സ്ത്രീകളും നല്ലേ നബി പഠിപ്പിച്ചേ? നിങ്ങളെ പള്ളിയിൽ എങ്ങനെയാ? നിങ്ങളെ പള്ളിയിൽ മൂപ്പർക്ക് സെഫ് കെട്ടാത്തതിന്റെ പേരില്ല പെണ്ണുങ്ങൾ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള അംഗീകരിക്കാത്ത കാക്ക. ഏത് നബി സെഫ് കെട്ടി ഈ 3 രൂപ അംഗീകരിക്കാത്ത മൂപ്പരിക്കുക. ഇതെന്താ നിങ്ങൾ പള്ളിയിൽ നടപ്പാക്കാത്ത? ഇതെന്നോൻ അംഗീകരിച്ചിട്ടില്ല, പിന്നെ പോയി നടപ്പാക്കാത്ത എന്താണ്? ഏത് മുട്ടും കൈ ഇല്ലാത്തവൻ ചെറുപരിലില്ലാത്തവനോട് ചോദിക്കുക, എന്ത് നിങ്ങൾ എന്താ അങ്ങനെ നടപ്പാക്കാത്ത? ഞങ്ങളൊക്കെ അഭിപ്രായതാ, എന്ത് പെണ്ണുങ്ങൾക്ക് മറ പോലും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പോലത്തെ ആളുകൾ ദുനിയാവിലുള്ളപ്പോ നല്ലൊരു മറ നല്ലതാ. കാരണം നിങ്ങൾക്ക് എന്താ, പെണ്ണ് പള്ളി പോകുമ്പോഴേ കയറി പിടിച്ചു പോകുന്നു. നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ട്, നിങ്ങൾ കൊണ്ടുപോണ്ട. ഞങ്ങൾക്ക് ഈമാനുണ്ട്, അള്ളാന്റെ പള്ളിയാണ് നല്ല ബോധ്യം. നിങ്ങൾക്ക് എവിടെ? ഞാൻ പറഞ്ഞല്ലോ വന്ന് 42 കുട്ടികളെ. അതുകൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ. ഇവിടെ നിങ്ങൾ പറയല്ലോ എന്താ അറിയോ, മുജാഹിദുകളുടെ പള്ളിന്റെ മുമ്പിലൊക്കെ നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്തപ്പോ മുജാഹിദുകളെ ഇത് പണ്ടേ പറയുന്ന മുജാഹിദുകളെ ബെടയാ തയമ്പ്. കാരണം പള്ളിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാണ് അത്രേ പെണ്ണിനെ. എടോ, പള്ളി കയറുമ്പോൾ മനുഷ്യനൊരു ഈമാൻ ഉണ്ടാവില്ലടോ. നിങ്ങൾക്ക് പേടിയാ പള്ളിയിൽ നിന്നും കൺട്രോൾ പോകുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളെ കൺട്രോൾ പോകും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് ആ തോന്നലില്ല. ഞങ്ങൾ പള്ളിയാന്നുള്ള ബോധ്യം, പെണ്ണാന്നുള്ള ബോധ്യം, ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളുണ്ട് എന്നുള്ള ബോധ്യം. നിങ്ങൾക്കോ പെണ്ണ് പള്ളി പങ്കെടുക്കുന്നതെന്ന് തോന്നുമ്പോഴേക്ക് ഇതേ ഓർമ്മ വരൂ. കാരണം നിങ്ങളെ ധാരണ എന്താ? പെണ്ണിന് വിദ്യാഭ്യാസം പാടില്ല, പെണ്ണിന് യാതൊരു നന്മയും പാടില്ല, പെണ്ണിന് പിന്നെ അതുപോലെയുള്ള ദീനിയായ മയ്യത്തസ്കാരം പാടില്ല, പിന്നെ ഞമ്മക്ക് കുട്ടികൾ ഉണ്ടാക്കാനുള്ള ഒരു യന്ത്രം. അപ്പൊ നിങ്ങളെ ധാരണ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിന് ഭോഗിക്കാനുള്ളൊരു വസ്തു മാത്രമാണ് എന്നതാണ് നിങ്ങളുടെ ധാരണ. രണ്ടാമതൊരു കാര്യം, ഈ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം, ഖബർ സിയാറത്തിന് ഖബർ പൂജ എന്ന് മുജാഹിദുകൾ വിളിച്ച്. ആണോ? കാന്തപുരട്ടൊരു ക്ലിപ്പിങ് മൂപ്പരോ ഒറ്റ മറയല. കാന്തപുരാദ്യം ഇവര് പറയും ഖബർ പൂജ. എന്താ സാധനം? കാന്തപുരത്തിന്റെ ചോദ്യ. ഖബറിന്റെ ആരെങ്കിലും സുജൂദ് ചെയ്യുന്നുണ്ടോ നമുക്ക് മൂപ്പരടി ചോദിച്ചപ്പോ ഞാൻ സുജൂദ് ചെയ്യുന്ന വയലത്തൂർ തങ്ങളുടെ അങ്ങ് ഇട്ടുകൊടുത്ത് അതിനെപ്പറ്റി കമാന്ന് രക്ഷണം വേണ്ടിയോ? ഖബറിൽ സുജൂദ് ചെയ്താൽ ഷിർക്കാന്ന് കാന്തപുരോ. എന്നിട്ട് കാന്തപുരം ഗ്രൂപ്പ് പെട്ടോല് സുജൂദ് ചെയ്യുന്നു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തു. മിണ്ടിയോ?
കമാന്നൊരക്ഷരം പറഞ്ഞു. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഖബർ സിയാറത്ത് സുന്നത്ത. സുന്നത്ത് ഖബർ ആരാധന, അത് രണ്ടും രണ്ടാ. മഹാന്മാരോട് വിളിച്ചുള്ള ദ്വേരക്കല് നിങ്ങൾക്കതുണ്ട്, നിങ്ങളത് അംഗീകരിച്ചതാണ്. നസ്രത്തുൽ അനാമിലെ എല്ലാവരും അംഗീകരിച്ചാണ്. EKAP സുന്നികളൊക്കെ ഞങ്ങൾ ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് നബി വിലക്കി. ഞങ്ങൾ പറഞ്ഞ അതാ, ഖബർ ആരാധിക്കുക, ഖബറിലോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ നെഞ്ഞത്തടിച്ച് കരയുക, അതുപോലെയുള്ള ഷിർക്കിന്റെ പല കാര്യങ്ങളും, കുഫറിന്റെയും ഷിർക്കിന്റെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾക്ക് ഖബർ സിയാറത്ത് മുമ്പ് നിരോധിച്ചു എന്നാ. തൗഹീദ് ശരിക്കും ഉറക്കാത്ത കാലത്ത് തൗഹീദ് ശരിക്കും ഉറച്ചപ്പോൾ ഖബർ സിയാറത്ത് പഠിപ്പിച്ചു. അത് മരണത്തെ ഓർക്കാനാണ്, ജീവിതത്തെ ഓർക്കാനാണ്. ഖബർ സിയാറത്ത്, ഖബർ പൂജ എന്ന മുജാഹിദുകൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് മൊയ്ലിയാരെ പതിവ് വല്ലവിയും ആരോപണവുമാണ്. സത്യസന്ധത കാണിക്കണം. അല്ലാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടാവണമെന്ന് നമ്മളോട്. അത് നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ. ഞങ്ങൾ അതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രമാണമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ശരിക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ പ്രധാനപ്പെട്ട, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പടച്ചതമ്പുരാൻ വസ്തുതകളെ വസ്തുതകളാക്കി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് ചെയ്യട്ടെ. സഹോദരങ്ങളെ, APK സുന്നയോടൊന്നും ഒരു വിരോധം നമുക്കില്ല. പക്ഷേ ഖുർആനും സുന്നത്തിനും എതിരായിട്ട് ഞങ്ങളുടെ ജീവിതം, അത് ഞാനിവിടെ വ്യക്തമായ രേഖ കൊണ്ട് തെളിയിക്കപ്പെട്ടു. എന്താണ് ശിർക്ക് എന്ന് ഇനി ഒരാൾ പറയേണ്ടതില്ലാത്ത വിധം സത്യാന്വേഷികൾക്ക് ക്ലിയറായി. തബറുക്കുമായി ബന്ധപ്പെട്ട മുജാഹിദുകളുടെ വിഷയമെന്ത്, നിങ്ങൾ തന്നെ പറഞ്ഞ തെളിവെന്ത് എന്ന് കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു. പ്രമാണങ്ങളുടെയും ഹദീസുകളുടെയും ആശയങ്ങളുടെയും ചരിത്രങ്ങളുടെയും പിൻബലത്തോടെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ 2 പ്രഭാഷണങ്ങളിലൂടെ കേൾപ്പിച്ചു. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ നിന്ന് മക്കാ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിലേക്ക് എന്നൊരു കേസറ്റ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അത് കേട്ടാൽ ഒരു പരിധിവരെ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിലെ ശിർക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. ആ കേസറ്റ് വാങ്ങി നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും വിതരണം ചെയ്യണം. പുതിയ കുറേ ആദർശ വിഷയങ്ങൾ ഇവിടെ വിൽപ്പനക്കുണ്ട്. നിങ്ങളത് വാങ്ങി കേട്ട് വിഷയങ്ങൾ പഠിച്ച് നമ്മുടെ പാവപ്പെട്ട സമസ്തയിലെ മെമ്പർമാർക്ക്, ഉസ്താദുമാർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്കിതൊന്നും അറിയില്ല. അവരെ ശരിക്കും ഈ വിഷയങ്ങൾ അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന മഹാസ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.